വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വരുവാനിടയായതിൽ. I'm so happy once again that I could all join all together in this Zoom platform. ഡോക്ടർ ജെസിനും ഡോക്ടർ നവീനും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. I want to thank for the wonderful love that Dr. Naveen, Dr. Justin, and all of you are showing towards us. നിങ്ങൾ കാണിച്ച സ്നേഹം എന്റെ ഓർമ്മയിലുണ്ട്. I remember the acts of love that you showed. I remember it. നിങ്ങൾ ഡോക്ടേഴ്സ് മാതാപിതാക്കളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി നിർത്തുകയും അവർക്ക് ഒരു ഇയർലി ചെക്കപ്പ് ഒക്കെ നിങ്ങൾ സാധാരണ നടത്താറുണ്ട്. You doctors maybe you do checkup for your parents and you take them all around. അതുപോലെ ഒരിക്കൽ നിങ്ങൾക്ക് തോന്നി ഞങ്ങളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരണം, ഒരു ബോഡി ചെക്കപ്പ് എല്ലാം നടത്തണം എന്ന് നിങ്ങൾ തീരുമാനിച്ചത് ഞാൻ ഓർക്കുകയാണ്. Once I remember how you also thought of us and that we need a whole body checkup and you are taken us there. നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഡോക്ടർ നവീന് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ പെട്ടിയൊക്കെ എടുത്ത് ഡോക്ടർ നവീൻ നടന്നു, ചെക്കപ്പ് ചെയ്തു. നിങ്ങളുടെ റൂമുകളിൽ ഞങ്ങളെ കൊണ്ടുപോയി. വലിയൊരു ഹോസ്പിറ്റലില് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കാര്യമാണ്. നിങ്ങളെ എല്ലാവരെയും മാതാപിതാക്കളെ പോലെ ഞങ്ങളെ കരുതിയ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നിങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷനിൽ അതൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ അനുഭവിക്കാനിടയായതിൽ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. Like your own parents, you treated us and from the ticket booking to the station, the hospital, even to get an admission there, it's not easy. But thank you all, and I remember with great thanks for all that you have done. ഞാൻ എപ്പോഴും ഓർക്കുകയില്ലെങ്കിലും പ്രഭ എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയുകയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കുറിച്ചും എല്ലാം. Though I may not remember you all often, but my wife Prabhanti always remembers of you, your children, and prays for them. അതുകൊണ്ട് പ്രഭ ഒരു പാട്ട് പാടും, അതിനുശേഷം ദൈവജനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Yeah, now Prabhanti will lead us in a song. Praise the Lord. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടേണേ നിൻ കൺകളെന്നിൽ, മതി മതിയായി ലോകവാസം, മതി മതിയായി ലോകവാസം. ക്രൂശിൻ മറവിൽ മറച്ചു എന്നെ, രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ. ക്രൂശിൻ മറവിൽ മറച്ചു എന്നെ, രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ. ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ, കാത്തു കൺമണി പോൽ, കാത്തു കൺമണി പോൽ. ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ, കാത്തു കൺമണി പോൽ, കാത്തു കൺമണി പോൽ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. നിൻ പാദത്തിൽ ഞാൻ മുട്ടിടുവാനായി, നിന്നിൻപ ശബ്ദം കേട്ടിടുവാൻ. നിൻ പാദത്തിൽ ഞാൻ മുട്ടിടുവാനായി, നിന്നിൻപ ശബ്ദം കേട്ടിടുവാൻ. പ്രാണപ്രിയ എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. പ്രാണപ്രിയ
എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, ഉദിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, ഉദിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May the Lord bless each and every one of you abundantly. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We have been meditating from the Lord's word. പ്രത്യേകിച്ച് ഇസ്രായേലിനെ കുറിച്ച്, ഇറാനെ കുറിച്ച്, ഇന്ന് നമ്മൾ റഷ്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. We have already seen about Israel and Iran, and today we are going to see about Russia from the Bible. വാസ്തവത്തില് ഇതൊരു വർഷമെങ്കിലും തുടർമാനമായി എടുക്കേണ്ട ഒരു ക്ലാസ് ആണിത്. If we have to really study deeply about it, at least we have to take this class which will extend for 1 year. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് മതിയാകും അത് ഗ്രഹിക്കാനായിട്ട്. But as long as you are concerned, I believe that whatever that we have covered here would be enough for us to learn from. ഇപ്പൊ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ഇറാനെ കുറിച്ച്, റഷ്യയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതൊന്നും എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. So the ultimate aim is not just to say about Israel or what will happen to Iran or Russia. എന്റെ ഇന്നർമോസ്റ്റ് ഡിസയർ, എല്ലാ മിനിസ്ട്രിയുടെയും പിന്നിലുള്ളത് ദൈവത്തിൽ, യേശുവിൽ, ബൈബിളിൽ ജനങ്ങൾ വിശ്വസിക്കണം, അവരുടെ വിശ്വാസം ഉറയ്ക്കണം, വർദ്ധിക്കണം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇതാണ് എന്റെ ലക്ഷ്യം. My ultimate desire behind every form of ministry that I do is that people would come to know the true living God, the Lord Jesus, and they would believe they were firmly on Him and also be ready for His soon coming. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഏതെങ്കിലും ഒരു സയന്റിഫിക് ടോപ്പിക് എടുത്താലും, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഹിസ്റ്റോറിക്കലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊഫറ്റിക്കൽ സബ്ജക്റ്റ് എടുത്താലും എന്റെ ഉള്ളിലെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്. It is with that aim, even if I take any scientific topic or a historical or a prophetical like that we are doing now, the main aim is that. എന്ത് പഠിച്ചാലും യേശുവിലും ബൈബിളിലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ലെങ്കിൽ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നില്ലെങ്കിൽ, ഈ ഗ്രീസിലുണ്ടായിരുന്ന എപ്പിക്യൂരിയെ പോലെ ഒക്കെ ചുമ്മാ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകി. Whatever we may study, if it's not leading us to firmly believe on the Lord Jesus or be ready for His soon coming, it will be like this Greek philosophers like Epicurean who know about a lot of things, but it is not benefiting them in any way eternally. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന റഷ്യയെ കുറിച്ചാണ്. Today we are going to meditate on the subject about Russia. യുദ്ധങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് കൂടുതലായിട്ട് നമുക്ക് ചിന്ത വരുന്നത്. In the light of the wars is what this thought and the subject is coming. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യുദ്ധങ്ങളെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. Our beloved Lord is telling about the wars that are going to come. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ, അതിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Matthew chapter 24 verse 6 we read like this. Can you read it, please? Yes. Matthew chapter 24 verse 6, and you will hear of wars and rumors of wars. See that you are not troubled, for all these things must come to pass, but the end is not yet. ഇവിടെ കർത്താവ് പറയുകയാണ്, 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും. Here the Lord is സൂക്ഷിച്ചുകൊള്ളുകയും. 2000 years ago He's saying you will hear the wars and rumors of wars. See that you are not troubled. അത് സംഭവിക്കേണ്ടത് തന്നെ. These things all must come to pass. എന്നാൽ അവസാനമല്ല. But the end is not yet. അപ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും
എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതിന്റെ പ്രവചന നിവൃത്തികൾ ധാരാളം യുദ്ധങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. The Lord, what He prophesied through that wars and rumors of wars, we have already seen many of them happening in front of our eyes. എന്നാൽ 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. But even now, there are 3 more wars important from the biblical point of view, which are yet to happen. അതിലൊന്നിന്റെ പേര് ഗോഗിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധമെന്നാണ്. One is in the leadership of Gog. അത് എസെക്കിയേൽ 38:2 18 നമ്മൾ വായിക്കുന്നുണ്ട്. That we read in Ezekiel chapter 38 verse 2 and 18. അത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായിട്ട് നടക്കേണ്ട ഒരു യുദ്ധമാണ്. It is the war that will happen under the leadership of Russia against Israel. രണ്ടാമത്തെ യുദ്ധം ഹർമഗദോൻ യുദ്ധം എന്നാണ് പറയുന്നത്. Second is the war of Armageddon. അത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It is written in Revelation chapter 16 verse 13 to 16. 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And it's written from chapter 19 verse 19 to 21. ഈ ഹർമഗദോൻ യുദ്ധം യൂറോപ്യൻ യൂണിയന്റെ ലീഡറായിട്ട് ഇസ്രായേലിന്റെ ഭരണകർത്താവായി തീരുന്ന ഒരു വ്യക്തി അഥവാ എതിർ ക്രിസ്തു യേശുവിനോട് നടത്തുന്ന യുദ്ധമാണ്. പക്ഷെ അദ്ദേഹം യേശുവായിട്ടല്ല കണക്കാക്കുന്നത്. അതിന് ഹർമഗദോൻ യുദ്ധം എന്ന് പറയും. This will be under the leadership of the leader of European Union, who will be the leader of Israel in the form of Antichrist, and the war is against Jesus Christ. മൂന്നാമത്തെ യുദ്ധത്തിന് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയും. The third war is Gog-Magog war. അത് വെളിപ്പാട് പുസ്തകം 20:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It is written in Revelation chapter 20 verse 7 to 10. ഇത് സാത്താന്റെ നേതൃത്വത്തിൽ ദൈവത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ്. പിന്നീട് യുദ്ധങ്ങളില്ല. This is under the leadership of Satan versus God. ഇനി അടുത്തതായി നടക്കേണ്ട യുദ്ധം റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധമാണ്. So the war that is yet is immediately that is first in line is the war under the leadership of Russia against Israel. ആ യുദ്ധം എതിർക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് കാരണമാക്കും. And that war will prepare the scene for Antichrist to be revealed. അതിനിടെ കേസ് വരികയും തന്റെ സഭ കടന്നു പോവുകയും ചെയ്യും. And in that the church will be also taken. എതിർക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന് തീരാറാകുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് തന്റെ സഭയുമായി ഇറങ്ങി വരും. As the reign of Antichrist finishes off in 7 years, Jesus with his bride will come down. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾ ചേർന്ന് ഹർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ യുദ്ധം നടക്കും. അത് മഹോപദ്രവത്തിന്റെ അവസാന സമയത്ത് നടക്കേണ്ട യുദ്ധമാണ്. Under the leadership of Antichrist, the battle will happen at the place Armageddon, and it will be the end of the Great Tribulation period. മൂന്നാമത്തെ യുദ്ധം സഹസ്രാബ്ദത്തിന് ശേഷം സാത്താന്റെ നേരിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിലാണ് സാത്താനെ നരകത്തിലേക്ക് തള്ളുന്നത്. പിന്നീട് യുദ്ധമില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. After the millennial reign is the last war between Satan front on with God, and where he is cast into hell. ഹർമഗദോൻ യുദ്ധത്തിലാണ് എതിർക്രിസ്തുവിനെ നരകത്തിലേക്ക് അയച്ച് നരകം ഉദ്ഘാടനം ചെയ്യുന്നത്. In the war of Armageddon is where Antichrist is thrown into the hell and it is inaugurated. ഇനി നടക്കാൻ പോകുന്ന ഗോഗ് യുദ്ധം, റഷ്യയുടെ നേതൃത്വത്തിലുള്ള യുദ്ധത്തിൽ റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും മുഴുവൻ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഹങ്കാരം മാറി ദൈവമാണ് ശക്തൻ എന്ന് വെളിപ്പെടുത്തും. Through this war of Gog, we can understand the pride of the nations. They will be disqualified, and we'll know that the living God is the God of Israel. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധമാണ്. Today we are going to see the war under the leadership of Russia against Israel. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നമ്മളൊരു ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. As I mentioned earlier, at least these topics are to be learned
over a period of at least 6 months. എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. Yet in this few moments we are going to think about it. ഇവിടെ റഷ്യ, ഇറാൻ, ഇസ്രയേൽ ഈ 3 രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനത്തെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഈ 3 രാജ്യങ്ങളെയുമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. Bible prophecy regarding Israel, Iran and Russia, the 3 nations that we are focusing. We are going to learn about that and conclude for this Bible class. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ന്റെ 3-ാം വാക്യം ഞാൻ ഇവിടെ വായിക്കാൻ പോവുകയാണ്. Ezekiel chapter 38 verse 3 onwards I'm going to read. ഡോക്ടർ ജസ്റ്റിൻ അത് ഇംഗ്ലീഷിലും വായിക്കും. Yes. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. And say, thus says the Lord God, behold, I am against you, O God, the prince of Rosh, Meshach and Tubal. നിങ്ങൾ ഓർക്കണം, ഇത് 2600 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനമാണ്. You need to remember that this is a prophecy 2600 years ago. അന്ന് ഇസ്രായേലിന് ഒരു രാജ്യം ഇല്ല. That time Israel did not have a nation on its own. ബാബിലോൺ അവരെ പരാജയപ്പെടുത്തി ബാബിലോണിന്റെ ഒരു ഭാഗമായിട്ട് ജൂദയുടെ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ട കാലമാണ്. Babylon had defeated them, and as a part of Judah, they were living in that place. ജിരെമ്യാവ് ഈജിപ്തിലേക്കും എസെക്കിയേൽ, ദാനിയേൽ തുടങ്ങിയവർ ബാബിലോണിലേക്കും പോയി. Jeremiah had landed up in Egypt, Ezekiel and Daniel they landed up in Babylon. എല്ലാം അവർക്ക് നഷ്ടമായി. All of them went through very great losses. 22 വർഷങ്ങൾ ഈ എസെക്കിയേൽ ബാബിലോണിലായിരുന്നു. For 22 long years, this prophet Ezekiel was in Babylon. ബാബിലോൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബാഗ്ദാദിൽ നിന്ന് ഒരു 98 കിലോമീറ്റർ അകലെ അതേ പേരിൽ ഇന്നും അറിയപ്പെടുന്ന ഒരു പുരാതന നഗരമാണ്. Babylon is an ancient city even today, that it is present 98 kilometers from the place called Baghdad. അവിടെ 22 വർഷങ്ങൾ ഈ എസെക്കിയേൽ പ്രവാസിയായിട്ട്, അടിമയായിട്ട് കഴിഞ്ഞു. There Ezekiel lived in exile for 22 years. അന്ന് റഷ്യയൊന്നും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നുമല്ല. Those days Russia, all these nations were not that prominent. ഇവൻ അമേരിക്കയെ കുറിച്ച് അന്ന് ആർക്കും അറിഞ്ഞുകൂടാ. Even so, those days no one knew about America. 2600 വർഷം മുൻപ് വസ്ത്രം ധരിക്കുന്നവരാരെങ്കിലും അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ്. ഇന്നത്തെ രീതിയിലുള്ള തുണിത്തരങ്ങളൊന്നും അന്നില്ലല്ലോ. വൃക്ഷത്തിന്റെയോ കന്നുകാലിയുടെയോ തോലോ അതൊക്കെ ആയിരിക്കും അന്ന് അമേരിക്കക്കാരുടെ ഒക്കെ വസ്ത്രം. 2600 years ago, if you know anything about America, no one would have heard about it or anything. Maybe just the animals or beasts would have been living in that land. ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലുള്ള രാജ്യങ്ങളാണ് ലോകത്തിൽ പ്രോമിനന്റ് ആയിട്ട് ഏകദേശമൊക്കെ അറിയപ്പെട്ടിരുന്നത്. And in those days, Asian nations were more prominent and famous. പക്ഷെ ആ കാലഘട്ടങ്ങളിലെ ഒരു പ്രവചനമാണെന്ന് ഓർക്കണം. In those, this prophecy is coming along in that season. ഇസ്രായേലിനെതിരായി ഗോഗ് വരികയാണ്. Gog is rising up against Israel. ആ ഗോഗ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒരാൾ വരുന്നുണ്ട്, രോഷ് ആണ്. In that, the prince of Rosh is the one who is rising up. ആ രോഷാണ് റഷ്യ. That Rosh is Russia. റഷ്യയുടെ പഴയ പേര് റൂസ്, RUS എന്നാണ്. Russia's old name was Rus, RUS. അതിന് ഹിബ്രുവില് റോഷ്, ROSH എന്നാണ്. In Hebrew, it is spelled as Rosh, ROSH. മലയാളത്തിൽ ഇവിടെ രോഷ് എന്ന് രേഖപ്പെടുത്തിയിരിക്കും. Rosh is what it is depicted. അപ്പം റഷ്യയുടെ നേതൃത്വത്തില് സഖ്യകക്ഷികൾക്ക് ഗോഗ് എന്ന് പേരിട്ട് ഇസ്രായേലിനെതിരായിട്ട് ഒരു യുദ്ധത്തിന് വരുമെന്നാണ് ആ പ്രവചനം. So under the leadership of Russia, there will be a war against Israel. എസെക്കിയേൽ 38:3 ഞാൻ വായിച്ചത്. What we read is Ezekiel chapter 38 verse 3. അതിന്റെ 6-ാം വാക്യത്തിൽ യുദ്ധം ആരോടാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പ്രവാചകൻ പ്രവചിക്കുന്നു.
the prophet is very clearly prophesying in 6th verse, against whom is this war done? പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമോരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേറ്റത്തെ തോഗർമാ ഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എങ്ങിങ്ങനെ പല ജാതികളും നിന്നോടുകൂടി പുറപ്പെടുമാറാക്കും. Persia, Ethiopia, and Libya are with them, all of them with shield and helmet, Gomer and all its troops, the house of Togarma from the far north and all its troops, many people are with you. അതിന്റെ 18-ാം വാക്യം, ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. And it will come to pass at the same time when God comes against the land of Israel, says the Lord God, that my fury will show in my face. അവർ റഷ്യ മാത്രമല്ല, റഷ്യയോടുകൂടി വലിയൊരു സമൂഹമുണ്ട്. So it's not just Russia. Along with Russia, there's a great number of people who are joining with it. അതുകൊണ്ട് ആ സഖ്യകക്ഷിക്ക് ഗോഗ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. So the group name is named as Gog. അതിൽ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിഷയം ഇസ്രായേൽ, ഇറാൻ, റഷ്യയാണല്ലോ. So our topic is Bible prophecy concerning Israel, Iran and Russia. എസെക്കിയേൽ 38:3 റഷ്യ, Ezekiel chapter 38 verse 3, Russia is there. 38:6 പാർസികൾ, ഇറാൻ. Verse 5 and 6, Persians are mentioned. It is depicting Iran. ഇറാന്റെ പൗരാണിക പേരാണ് പാർസികൾ അല്ലെങ്കിൽ പേർഷ്യക്കാർ. Iran's older name is Persia. അപ്പം റഷ്യയും ഇറാനും ഒരു വലിയ സമൂഹവും ഇസ്രായേൽ ദേശത്തിനെതിരായി യുദ്ധത്തിന് വരുമെന്ന് 2600 വർഷം മുൻപ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. 2600 years ago already it is mentioned that Russia and Iran and along with that other group of people will come against Israel. ഓർക്കണം, അന്ന് ഇസ്രായേൽ ഇല്ല. Remember that day even Israel nation did not exist. അന്ന് റഷ്യ അത്ര പ്രോമിനന്റ് അല്ലെങ്കിലും ഇറാൻ വലിയ ശക്തമായ ഒരു രാജ്യമാണ്. Though Russia was not a prominent nation, Iran was a mighty nation. ഈ ബാബിലോണിനെ ഇറാൻ BC 339 പരാജയപ്പെടുത്തുന്നുണ്ട്. This Babylon was defeated in BC 339. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ അവർ ഭരണം നടത്തിയവരാണ്. They had reign from India to Ethiopia. ഇന്ത്യ അവരുടെ 20ാമത്തെ പ്രോവിൻസ് ആയിരുന്നു. India was the 20th province. അപ്പം ഈ റഷ്യയും ഇറാനും ഈ രാജ്യങ്ങളും എല്ലാം കൂടെ ഇല്ലാത്തൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് പ്രവചിച്ചാൽ ആര് വിശ്വസിക്കും അത്? So when you hear a prophecy that Russia and Iran are going to come against a nation which is not even existing, who will believe that word? ഇസ്രായേലിന് പോലും അത് വിശ്വസിക്കാൻ ഒക്കുമോ? Even Israel itself, can they believe that word? ബൈബിൾ പ്രവചനമൊക്കെ അങ്ങനെയാണ്. All Bible prophecies are in that pattern. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കാതെ തെറ്റായ അളവുകൾ കൊണ്ട് അളക്കുന്നത് കൊണ്ടാണ് ബൈബിളിലെ വചനങ്ങൾ തെറ്റായിട്ട് ചിലർക്ക് തോന്നുന്നത്. Truths mentioned in the word of God, because they not understand in its context and its background, that is why many people misinterpret it and they walk in their own interpretations and conclusions. ഉദാഹരണമായിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, അപ്പോൾ ഭൂമിയും അതിലെ പണികളും വെന്തുപോകും. 1 പത്രോസ് 3:8 അത് എഴുതിയിട്ടുണ്ട്. For example, there's a verse mentioned in 1 Peter 3 verse 8. It says about the elements of this world will be burnt off, and so many things will be the things of the earth will be burnt off. 2000 വർഷങ്ങൾക്ക് മുൻപ് മുഖവനായ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം പറയിച്ച വചനങ്ങളാണത്. This is a word that is spoken through a fisherman 2000 years ago. ശാസ്ത്രത്തിന് അതൊന്നും കഴിഞ്ഞ 1500 വർഷം ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. Even for the science itself, they could not understand the meaning of that verse maybe 1500 years ago. ജോൺ ഡാൾട്ടന്റെ കാലത്തൊക്കെയാണ് ഏകദേശം അണുസിദ്ധാന്തം, പരമാണുക്കളെ കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ ശരിയായ അവബോധം ശാസ്ത്ര ലോകത്തിനുണ്ടാകാൻ തുടങ്ങിയത്.
In the time of John Stott is what the time the things about atoms and molecules were slowly being discovered. പക്ഷെ ജോൺ ഡാൾട്ടനും ഈ ആറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവും ഒരു കാര്യം അന്നത്തെ അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് അദ്ദേഹം പറഞ്ഞു, ദി ആറ്റം, ദ തിങ്സ് വിച്ച് cannot be divided can be called atom. Which this John Stott itself, even with his knowledge of that day, he just came to a conclusion that things which cannot be divided is called an atom. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അത് വിശ്വസിച്ചിരുന്നവര് പത്രോസ് ഒരു മുക്കുവനല്ലേ, ഓ ബൈബിൾ ഒരു അമ്മൂമ്മക്കഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു കാണും. Some people may have just treated Peter is a fisherman, whatever he has written may be just a fable, and they could have just neglected it. കാലങ്ങൾ മാറി. But the days and ages changed. ഐൻസ്റ്റീന്റെയും മാക്സ് പ്ലാങ്കിന്റെയും അതുപോലുള്ള മഹാരഥന്മാര്, ഐസൻബർഗിന്റെയും ഒക്കെ കാലഘട്ടം വന്നപ്പോൾ ആറ്റമിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് തന്നെ മാറിയില്ലേ? In the days of Einstein and Max Planck, all those concepts even further increased their knowledge and understanding. ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ തന്നെ സബാറ്റമിക് കണികകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളല്ലേ ഇന്നത്തെ ഈ പുരോഗമനത്തിനൊക്കെ ഒരു കാരണം. Still further, science advanced into electrons and protons and subatomic particles, and how the scientific world increased in its discovery. ഈ ആറ്റത്തിലെ ന്യൂക്ലിയസിനെ ഇടിപ്പിച്ചോ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചോ ഉണ്ടാക്കുന്ന താപം ഭൂമിയെ മുഴുവൻ കത്തിച്ചു കളയാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ആണവ ആയുധങ്ങളല്ലേ ശാസ്ത്രലോകം സ്വരൂപിച്ചു വച്ചിരിക്കുന്നത്. So even now when we see the scientific world, how it has discovered that the reactions between these electrons and the protons in the nucleus, and how it can be created into a nuclear weapon, and how it has already been mentioned. ബിഗ് ബാങ്, അതുപോലെ തന്നെ ഡാർവിന്റെ സിദ്ധാന്തം തുടങ്ങിയ അശാസ്ത്രീയമായ മെഷർമെന്റ് വെച്ച് ബൈബിളിനെ അളന്നാൽ അത് തെറ്റായി തോന്നും. അവർ തങ്ങളുടെ തെറ്റുകൾ പിന്നീട് തിരുത്തും. If you have to go again with the Big Bang theory or Darwin's explanation of how creation happened, they will have to own their mistakes in the later years when they come to know that whatever they had proclaimed was false. തെറ്റായ ആർക്കിയോളജിക്കൽ കണ്ടെത്തലുകൾ, തെറ്റായ ഹിസ്റ്ററികൾ ഒക്കെ വെച്ച് അളന്നതുകൊണ്ട് പലതും തെറ്റായി പലർക്കും തോന്നിയിട്ടുണ്ട്. Because of false archaeological evidences, many people have come to false conclusions of how the world was created. യേശു കുടുംബമായി ജീവിച്ചുവെന്നും അദ്ദേഹത്തിന്റെ കല്ലറ കണ്ടെത്തിയെന്നും അദ്ദേഹത്തിന് മക്കളുണ്ടെന്നും ഒക്കെ ചിലർ കൊണ്ടുവന്നിട്ടുണ്ട്. Some people have come up with theories that Jesus stayed with the family and he had children and his tomb is found out, and many people are coming with various kinds of theories. എനിക്ക് ചിരി വന്നിട്ടുണ്ട്. അവർ കണ്ടെത്തിയത് ശരിയാണ്, പക്ഷേ എന്റെ യേശു അല്ല. Sometimes I would have laughed at it. Yes, they may have found something, but that is not my Jesus. കാരണം യേശു എന്ന പേരിൽ ധാരാളം പേർ യേശുവിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. Because in the name of Jesus, there were many people. Even there's one person mentioned in the Bible itself. അങ്ങനെ ഏതെങ്കിലും ഒരു യേശുവിന്റെ ചരിത്രം എടുത്തുകൊണ്ട് എന്റെ യേശു ആണ് കല്യാണം കഴിച്ച 5-6 മക്കളുമായിട്ടൊക്കെ ജീവിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ആ ഹിസ്റ്ററി, അവൻ കണ്ടെത്തിയ ഹിസ്റ്ററി ശരിയാണ്. പക്ഷെ യേശു പല പേരിൽ, പല യേശുമാര്, അല്ലെങ്കിൽ യേശു എന്നുള്ള പേരില് തോമസ് എന്ന എത്രയോ പേർക്കുണ്ട്, പൗലോസ് എന്ന എത്രയോ പേർക്കുണ്ട്. Lot of names with Jesus were there, and maybe that is one of the Jesus who had maybe 5 or 6 children, and like that many the names called Thomas or Paul is there, and everyone may not be the same one. ബ്രിട്ടാനിക്ക വിജ്ഞാനകോശമാണല്ലോ, അവർക്ക് പറ്റിയ തെറ്റ് അവർ തിരുത്തിയിട്ടുണ്ട്. The Britannica is one of the people who do the records, and the mistakes that happened to them, they corrected it. അതൊക്കെ വെച്ചാണല്ലോ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. With all that is what we understand certain things. അവർ അശൂർ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, when they studied about the emperor reign of Ahasuerus, ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്ന ശിവപ്രവചനത്തിൽ നമ്മൾ കാണുന്ന അശൂർ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന സർഗോൺ എന്ന് പറയുന്ന ഒരാൾ അവരുടെ ഹിസ്റ്ററിയിൽ ഇല്ല എന്നാണ് ബ്രിട്ടാനിക്ക ഒരിക്കൽ എഴുതിയത്. Britannica had once mentioned that what is written in the book of Isaiah during the reign of Ahasuerus, there is a person called Zerkor, and that person did not exist, is what they had concluded. ശരിയാണ്, അവർക്ക് ആ കാലഘട്ടം വരെ
ലഭിച്ചിരുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ എവിഡൻസിൽ സെർഗിയോൻ എന്ന് പറയുന്ന ഒരാളില്ല. Till the evidence that they had received, they did not have that name called Zerkion, and they had concluded such in that manner. എന്നാൽ ആർക്കിയോളജിക്കൽ മേഖലയിൽ പുരോഗമനം വന്നപ്പോൾ അവിടെ നിനവയില് ഖനനം, അത് ഇറാഖിലാണ്, ടാഗ്രീസിന്റെ തീരങ്ങളിലാണ്. അത് ഖനനം ചെയ്തപ്പോഴാണ് അശൂർ സാമ്രാജ്യ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സെർഗിയോൻ എന്ന് കണ്ടെത്തിയത്. When the archaeological evidences increased and they also advanced in their searches, they found near Nineveh, near the shores of Tigris, that the excavations of the times of this Osiris, and they found there is a prominent king called Zerkion. പിന്നെ ബ്രിട്ടാനിക്ക അത് തിരുത്തി എഴുതി. Again, that book of Britannia, they corrected their conclusions and they wrote. തെറ്റായ പരിമിതമായ ചരിത്രവും തെറ്റായ പരിമിതമായ ശാസ്ത്രവും വെച്ച് ഈ പൂർണ്ണമായ ബൈബിളിനെ അളന്നാൽ അതിൽ തെറ്റ് കണ്ടെത്താൻ കഴിയും. With limited evidences and limited archaeological discoveries, if we try to interpret the things written in the Bible, it will be proved to be false. അത് ബൈബിളിന്റെ കുഴപ്പമല്ല, ദൈവത്തിന്റെ കുഴപ്പമല്ല, അളന്ന അളവുകോലിന്റെ കുഴപ്പമാണ്. It is not the Bible's mistake, or it is a mistake of the one who measured or tried to bring the evidence or the conclusion from it. 2700 വർഷങ്ങൾക്ക് മുമ്പ് യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം നിരത്തി വെച്ച യുക്തിവാദികളോ നിരീശ്വരന്മാരോ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുവാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു. So 2600 years ago, when people examine this prophecy, and if they want to conclude or ask questions on it, maybe people may not have had answers to those questions. ഇല്ലാത്ത ഒരു രാജ്യത്തിനെതിരായ രക്ഷയും ഇറാനും അനേക രാജ്യങ്ങളും യുദ്ധത്തിന് വരും എന്നൊക്കെ പറയുന്നതിൽ എന്താർത്ഥം? ഈ പ്രവാചകൻ പോലും ഇപ്പോൾ ഇറാഖിലാണല്ലോ. അയാളുടെ രാജ്യം നഷ്ടപ്പെടുന്ന അയാൾ കണ്ടതാണല്ലോ. ബാബിലോൺ അവരെ കീഴടക്കുന്നത് അയാൾ അറിഞ്ഞതാണല്ലോ. എന്നിട്ടും അദ്ദേഹത്തിന് പ്രവചിക്കാൻ ധൈര്യമുണ്ടായത് എന്തുകൊണ്ടാണ്? Why is this person who is prophesying himself is in exile? He is in Iraq and he is prophesying that Babylon will take over. And why is he so bold enough to speak for that word? Is he himself believing what he is speaking? അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. He knew one thing: if God speaks a thing, it will happen in its time. നമ്മുടെ കൊച്ചു ബുദ്ധിയും നമ്മുടെ ചിന്തയ്ക്കും അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. In our limited mind or our thoughts is not how God works. നാം ദൈവിക പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. The mistake happens when we limit God's work according to our own logic or mind. നമ്മളൊരു 3 ഡയമെൻഷൻ ബീയിങ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. We need to remember that we are all a 3-dimensional being. അതിന് പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ യുക്തിക്ക് ബോധ്യമായെന്ന് വരികയില്ല. For our current time, logic, or our mind, we may not understand all its realms. അപ്പോൾ ഈ പടക്കൂട്ടങ്ങൾ എപ്പോൾ വരുമെന്ന് എഴുതിയിരിക്കുന്നത് 38:7 മുതലുള്ള വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. So these group of people, when would they come, is written from verse 7 onwards. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. I will read that passage onwards. നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുകയും നീ അവർക്ക് മേധാവിയായിരിക്കുക. Prepare yourself and be ready, you and all your companies that are gathered about you, be a guard for them. ഏറെ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. After many days you will be visited. വാളിനെ ഒഴിഞ്ഞു പോന്നതും In the latter years you will come to the land of those brought back from the sword. പല ജാതികളിലും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. And gathered from many people on the mountains of Israel. നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. The mountains of Israel which had been long been desolate. ഈ രാജ്യം നിരന്തരമായി ശൂന്യമായി കിടന്നിരുന്ന ഒരു രാജ്യത്തിലേക്ക് നീ വരും. This nation was for a long time desolate. BC 587 മുതൽ AD 1948 വരെ യഹൂദനൊരു രാജ്യമില്ലാതെ ശൂന്യമായി കിടന്ന സ്ഥലമാണ് ഇസ്രായേൽ ദേശം. From BC 587 to AD 1948, there was not a nation for a Jew
to belong to or represent. 1948 ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചതോടുകൂടെ ഈ പ്രവചനം നിറവേറാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു. From the year 1948, as the nation of Israel was formed, this prophecy has a possibility of being fulfilled. People came to understand. അതിന് 2000 വർഷം മാനവകുലം പഠിക്കേണ്ടിയിരുന്നു, വളരേണ്ടിയിരുന്നു. അവരുടെ ജ്ഞാനം, ഹിസ്റ്റോറിക്കൽ അറിവ് വികസിക്കപ്പെടേണ്ടിയിരുന്നു. For that, the humanity, mankind had to wait and study and expand their knowledge to understand that this prophecy has its significance. അടുത്ത ചോദ്യം, ഈ റഷ്യയും ഇറാനും ഇസ്രായേലിനോട് എന്തിനാണ് യുദ്ധം ചെയ്യാൻ വരുന്നത്? അന്നത്തെ കാലത്ത് ചിന്തിച്ചാൽ The next question is, why is Russia and Iran coming to battle against Israel if you see from that season's perspective? 2600 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം മതം ഇവിടെ ഉണ്ടായിട്ടില്ല. From 2000 years, 600 years ago, even the Islam religion was not existing. ഈ പ്രവചനത്തിന് 1000 വർഷം കഴിഞ്ഞാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. After this prophecy, 6 years later is what Prophet Muhammad is being born. ഇറാനികൾ അഹുരമസ്ത എന്ന ഒരു ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. Iran used to worship a god called Alumas. നല്ല മനുഷ്യരായിരുന്നു. They were good human beings. അവർ ദൈവവിശ്വാസികൾ, തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ ആദരിക്കുന്നവരായിരുന്നു. They used to honor those people, even those who did not honor their faith. നിന്റെ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാം, അവരതിനെതിരായിട്ടൊന്നും ചെയ്യുകയില്ല. You are free to believe in your God. They were not coming against it. യഹൂദന് ദേവാലയം പണിയാൻ അവർ അനുവാദം കൊടുക്കുകയും സാമ്പത്തിക സഹായം ചെയ്തവരാണ് ഇറാനികൾ. Iran's people even encouraged the people of Jews to build their own temple and supported them financially. ഇറാനികളിൽപ്പെട്ടവരാണ് നമ്മുടെ ഇന്ത്യയിലെ ടാറ്റയും ഒക്കെ. അവരും ഒത്തിരി പേരെ സഹായിക്കുന്നവരാണല്ലോ ടാറ്റ ഗ്രൂപ്പ് ഒക്കെ. Again, from the Iran descent, and their origin is the family belonging to Tata who in India, and they also help many people. 2600 വർഷം മുൻപ് BC 539 ഇറാൻ ബാബിലോണിനെ ആക്രമിച്ച് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അവരുടെ കീഴിലായപ്പോഴും അവർ ഇസ്രായേലിന് ആലയം പണിയാനും അവിടെ അവരുടെ ആൾക്കാരുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാനും ഒക്കെ കൽപ്പന കൊടുത്തവരായിരുന്നു അവർ. Even though in BC 539 the Babylonian Empire had taken over rule, yet they supported Israel in building the temple and also supporting them financially. അങ്ങനെയുള്ള ഇറാനികൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വരുമെന്നൊക്കെ പറഞ്ഞാൽ ആ കാലങ്ങളിൽ എങ്ങനെ വിശ്വസിക്കും? That type of people belonging to Iran of that time, how will they believe that they will come against the nation of Israel? സ്വർഗത്തിലെ ദൈവമല്ലേ കാര്യങ്ങളൊക്കെ കാണുന്നത്. It is the God of heaven who knows all things and sees all things. ഇറാന്റെ മതചിന്തകൾക്ക് മാറ്റം വന്നു. The thought patterns of Iran changed. നമുക്കറിയാം, ഇന്ന് ഇസ്രായേൽ ഭൂമിയിൽ മുച്ചൂടം വരെ മുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏകരാജ്യം ഇറാനാണെന്ന് പരസ്യമായി അവർ പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. Publicly they have proclaimed, and we know that they have said that they want to completely destroy or make Israel disappear out of the map of the world. പ്രവചനം നിറവേറാൻ സമയമാകുമ്പോൾ മതങ്ങൾക്ക് പോലും മാറ്റം വരുന്നു, ചിന്തകൾക്ക് മാറ്റം വരുന്നു, ഭരണങ്ങൾക്ക് മാറ്റം വരുന്നു. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. സൈറസിന്റെ ഒക്കെ കാലത്തെ ഇറാനികൾ ഇങ്ങനെ എങ്ങനെയായി തീർന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആകുമെന്നുള്ള ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. When we're coming to the fulfillment of the prophecies, people's thoughts change, the religion patterns change, the patterns of the thinking change. The people of Cyrus who helped the people of Israel to build the temple, and how now they are changing. If we understand the significance of the prophecy and how the time is coming for its fulfillment. നമുക്കറിയാം, എസ്തേറിനെ പോലുള്ള ജൂത വനിതമാർ ഈ അഹസ്വേരോസിന്റെ ഒക്കെ ഇറാന്റെ ചക്രവർത്തിയുടെ ഒക്കെ രാജ്ഞിയായിരുന്ന കാലഘട്ടങ്ങൾ, മോർദെഖായിയെ പോലുള്ളവരൊക്കെ ഇറാൻ മാനിച്ച കാലഘട്ടങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. We know that period of where Esther, like a Jewish virgin who was in the reign of Ahasuerus, and how Mordecai also was honored by the people of Iran in that times.
പക്ഷെ ബൈബിൾ പറഞ്ഞു ഇറാൻ ഇസ്രയേലിനെതിരാകുമെന്ന് 2000 വർഷം. Well, as declared that Israel will come against Iran will come against Israel. ഇന്നത്തെ ശത്രു നാളത്തെ സ്നേഹിതനാകാം. Today's enemy can become tomorrow's friend. നാളത്തെ സ്നേഹിതൻ നാളെ കഴിഞ്ഞത്തെ ശത്രുവുമാകാം. Tomorrow's friend can day after become the enemy also. യേശു മാത്രമേ ഇന്നലെയും ഇന്നും നാളെയും യഥാവാനായിട്ടുണ്ടാകുകയുള്ളൂ. Jesus is the same yesterday, today and tomorrow. Forever he remains constant. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചാൽ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. So if we put our trust in that Lord, we do not have to be put to shame. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. It is better to trust in the Lord than to put our trust in the princes. എന്തിനാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കേണ്ടത്? Is Iran coming to attack Israel? അതിനെക്കുറിച്ചും ബൈബിൾ പ്രവചനമുണ്ട്. Even regarding that, there is Bible prophecies. അത് ഇറാന്റെ ഭരണകാലത്ത് ഇറാന്റെ സഹായത്തോടുകൂടി യെരുശലേം ദേവാലയം പണിയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനിലൂടെയാണ് ദൈവം ആ കാര്യം പറയുന്നത്. It is through the prophet who was there being at the building of the temple of Jerusalem through the help of Iran. ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് ഇറാൻ അല്ലെങ്കിൽ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഇവിടെ ഉണ്ടായപ്പോൾ യെരുശലേം ദേവാലയം പണിയാനായിട്ട് ഇറാന്റെ ചക്രവർത്തി കൽപ്പന കൊടുത്തു. അങ്ങനെ നെഹമ്യാവും എസ്രായും ഒക്കെ പോയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. We already saw how after the Babylonian Empire, when the Medes and Persians they took over, they helped the people to build the temple, and how Nehemiah and Ezra proceeded towards building that. ആ കാലഘട്ടങ്ങളിൽ ഈ ആലയം പണിയാനായിട്ട് ഉത്സാഹിച്ചിരുന്ന ഗവർണർ സെരൂബാബേലും പുരോഹിതനായിരുന്ന ജോഷുവായും ഒക്കെ എൻകറേജ് ചെയ്ത് ദൂത് പറഞ്ഞ 2 പ്രവാചകന്മാരാണ് സക്രിയാവും ഹഗ്ഗായും. The times of reign of the governor Zerubbabel and Joshua the high priest, there were 2 prophets who prophesied and encouraged them. One was Zechariah, another is Haggai. അപ്പം ഇറാന്റെ എല്ലാ സഹായവും അവർക്കുണ്ട്. And they had all the support of the nation of Iran. ആ സമയത്ത് സക്രിയാവ് യെരുശലേമിനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് 4 പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. That time Zechariah is giving 4 prophecies concerning Israel. സക്രിയ 12 2-3 വാക്യങ്ങളിൽ മാത്രമുള്ള 4 പ്രവചനങ്ങൾ. In Zechariah 12 verse 2 and 3 there are 4 prophecies that is mentioned there. അപ്പൊ ആ പ്രവചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? 12:1 പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. The burden of the word of the Lord against Israel. വാക്യം 2 ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. Behold, I will make Jerusalem a cup of drunkenness to all the surrounding peoples. വാക്യം 3 അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. What's 3? And it shall happen in that day that I will make Jerusalem a very heavy stone for all peoples. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. All who would heave it away will surely be cut in pieces. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. Though all the nations of the earth are gathered against it. 4 പ്രവചനങ്ങൾ സക്രിയാവ് ഈ 2 വാക്യങ്ങളിൽ പറയുകയാണ്. 4 prophecies Zechariah is mentioning in these 2 verses. പൊതുവായിട്ട് ഇസ്രായേലിനെ കുറിച്ച് പ്രവചനം പറഞ്ഞിട്ട് ഇസ്രായേലിലെ ഒരു പട്ടണമായ ജെറുസലേമിനെ കുറിച്ച് പറയുകയാണ്. He's first starting off with the whole nation of Israel and specifically mentioning the city of Jerusalem. ആ പട്ടണം ചുറ്റുമുള്ള ജാതികൾക്ക് എന്ന് പറഞ്ഞാൽ സിറിയക്ക്, ജോർഡാന്, ഈജിപ്തിന്, ലെബനോന് എല്ലാം ഒരു പരിഭ്രമപാത്രം എന്ന് പറഞ്ഞാൽ ഈ പട്ടണം മുഖാന്തരം അവിടെ ഉള്ളവരും ഭയന്നാണ് കഴിയുന്നത്. So to all the surrounding peoples like Syria, Jordan, Egypt and Lebanon, they will all become a place where they are surprised and fearful to live with. 2 ആർക്കും ചുമക്കുവാൻ കഴിയാത്ത ഒരു ഭാരമുള്ള കല്ലുപോലെ ഈ പട്ടണം പ്രശ്നങ്ങൾ കൊണ്ട് കലങ്ങി അതിനെ പരിഹരിക്കാൻ കഴിയാത്ത നിലയിൽ ഈ ഒരു കല്ലുപോലെയാകും.
Second, this Jerusalem will become a heavy stone full of turmoil that no one can bear it, and they will be suffering under that burden of it. ഇനി അതിനെ ആരെങ്കിലും ഒന്ന് ചുമക്കാനൊന്ന് പരിശ്രമിച്ചാൽ അവർ കഠിനമായി മുറിവേൽക്കും. If anyone is trying to lift it up, they will be battered badly. സകല ജാതികളും അതിനെതിരായി കൂടി വരും. All the nations will rise up against it. ആ യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോഗ എസെക്കിയേൽ പറഞ്ഞിരിക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ഈ സഖരിയാവ് പറയുന്നത്. The same war of Gog that we read in Ezekiel is what Zechariah is also mentioning or alluding to. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഇത് വിശ്വസിക്കാൻ ഒക്കെയല്ല. But those days they could not believe what he was saying. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഉള്ള 127 സംസ്ഥാനങ്ങൾ, 120 പ്രോവിൻസുകൾ ഇറാന്റെ ഭരണത്തിന്റെ കീഴിലാണ്. From India to Ethiopia, there was 127 provinces that were under their rule. അപ്പോൾ പാലസ്തീന് ഈ ഇറാന്റെ ഭാഗമാണ്. Palestine was part of Iran. യെരുശലേം അവരുടെ ഒരു പട്ടണം മാത്രമാണ്. Jerusalem was just a city around it. ഭാരമുള്ള കല്ലൊന്നുമല്ല. It is not a heavy stone that time. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇറാഖ് വലിച്ചെറിഞ്ഞതല്ലേ, കത്തിച്ചതല്ലേ BC 587 ജെറുസലേം. In BC 537, Iran had just burnt it off like a cotton ball. അത് ആർക്കാണ് പരിഭ്രമം? ആർക്കും ഒരു പരിഭ്രമവും ഇല്ല. What is it causing astonishment to others? No one is astonished by it. യഹൂദനില്ലല്ലോ. The Jews were not there. അത് മാത്രമല്ല, അതിനെതിരായ എല്ലാവരും കൂടെ യുദ്ധത്തിന് വരികയെന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? Not only that, all are coming against it as a war. What is the meaning of that? ഇപ്പൊ ഇറാന് എതിരായിട്ട് യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. We can understand if someone is going to come against Iran. ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രവചിക്കുകയാണ്, അടുത്ത 5 വർഷം കഴിഞ്ഞ് അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ചൈനയും എല്ലാം കൂടെ വലിയ ആക്രമിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, പാസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചെക്കപ്പും കൂടെ നടത്താം എന്ന് നിങ്ങൾ പറയും. If I am prophesying that after 5 years, America, China, Iran, everything will come against Vellore, then you will say that, Pastor, once again come, we want to do one more checkup of you. അതിനകത്ത് ഇന്ത്യക്കെതിരായി വരുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ വിശ്വസിക്കാം. Maybe they come against India. Oh, sometimes it may be true. You may believe. ഇത് ഇസ്രായേലിനെതിരായിട്ടല്ല, ഇസ്രായേൽ രാജ്യമില്ല, ഒരു പട്ടണത്തിനെതിരായിട്ട് ഉള്ള 3-4 പ്രവചനങ്ങളായത്. It's not just against the nation of Israel, just against the city of Jerusalem. There are 4 prophecies that Zechariah is mentioning. ഭാരമുള്ളതല്ലാകുക, മുറിവേൽപ്പിക്കുക, പരിഭ്രമാക്കുക, സകല ജാതികളും അവർക്കെതിരായി വരുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഞാൻ ഇങ്ങോട്ട് വായിക്കാം. I'll read that verse once again. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. Behold, I will make Jerusalem a cup of drunkenness to all the surrounding peoples. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ളതല്ലാക്കി വെക്കും. And it shall happen in that day, I will make Jerusalem a heavy stone for all. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. All who would heave it away will be surely be cut in pieces. സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. All the nations of the earth are gathered against it. ഇതിന് വല്ല ആവശ്യമുണ്ടോ? Is there any need for that? സഖരിയാവിന് എങ്ങനെയാ അത് പ്രവചിക്കാൻ തോന്നി? Zechariah itself, how could he even think about prophesying like that? പക്ഷെ ദൈവം പറഞ്ഞത് താനങ്ങ് വിശ്വസിച്ചു. But God spoke and he believed it blindly. താൻ തന്റെ എല്ലാം ഗ്രഹിക്കുവാൻ കഴിയാത്ത ബുദ്ധി കൊണ്ടല്ല ദൈവിക വചനങ്ങളെ അളക്കുന്നത്. He did not measure with his all-knowing mind about the word of God. ദൈവം പറയുന്ന കാര്യങ്ങൾ താൻ വിശ്വസിക്കുക. He believed the word that God spoke. ഇന്ന് ഈ 4 പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയിരിക്കുകയാണ്. Today, these 4 prophecies have literally been fulfilled in front of our eyes. 1967 വരെ ഈ പ്രവചനം നിറവേറിയിരുന്നില്ല. This prophecy was not fulfilled till the year 1967. കാരണം 1967 ജെറുസലേം ജോർഡാന്റെ ഭരണത്തിന്റെ കീഴിലാണ്. Because till that 1967, Jerusalem was under the reign of Jordan. 1967 യുദ്ധത്തിലാണ് ഇസ്രായേൽ ജെറുസലേം ജോർഡാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്.
In the war of 1967 is when Israel captured Jerusalem from the hands of Jordan. ആ നിമിഷം മുതൽ അവിടെ യുദ്ധം ആരംഭിച്ചു. From that time on, the war started. അന്ന് മുതൽ ഈ നിമിഷം വരെ, From that time till now, ലബനോനില്, സിറിയയില്, ജോർഡാനില്, ഇപ്പോഴെ സൈപ്രസില് എല്ലാം ഒരു ഭീതിജനകമായ കാര്യമാണ്. Lebanon, Cyrus, Jordan, today's Cyprus, they are going through difficult times. ഒരു പരിഭ്രമ പാത്രമാണ്. They are become like a cup of drunkenness. അതൊരു ഭാരമുള്ള കല്ലായി. It became a heavy stone. എന്താണ് അതിന്റെ അർത്ഥം? What is the meaning of that? അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Listen to me carefully. ഒരു കാലത്ത് യഹൂദന്റേതായിരുന്നു ജെറുസലേം. In a certain time, it was belonging to the Jews. Jerusalem was belonging to the Jews. 400 വർഷം അവരുടെ രാജാവായ ശൗൽ തുടങ്ങി സിദക്കിയ വരെയുള്ള 23-ലധികം ഭരണകർത്താക്കൾ ഭരിച്ചിരുന്ന ഒരു രാജ്യം, അവരുടെ തലസ്ഥാന നഗരിയായിരുന്നു ജെറുസലേം. From Saul, about 23 kings till Zedekiah, they had reigned over that city of Jerusalem for the nation of Israel. ആ ജെറുസലേമില് അവർക്ക് മോറിയ കുന്നിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. And in that Jerusalem, on the Mount Moriah, they had a temple of God. ആ ദേവാലയം, യെരുശലേം ദേവാലയം, നമ്മുടെ കർത്താവിനെയൊക്കെ അവിടെ അർപ്പണം ചെയ്തിട്ടുണ്ട്. The temple of Jerusalem where our baby Lord Jesus was also dedicated. ആ ദേവാലയം AD 70 നശിച്ചു. That temple was destroyed in AD 70. യെരുശലേം ആർക്കും ഒരു ഭാരമുള്ള കല്ലല്ല. Jerusalem did not seem to become a heavy stone to anyone. എന്നാൽ AD 70 ഈ ദേവാലയമെല്ലാം തകർന്നു. ക്രിസ്തു മതം AD 325 കുസ്തുന്തീനോസിന്റെ കാലത്തോടു കൂടി ഉണ്ടാകുകയാണ്. That temple was destroyed. The Christian religion came about. It's established around AD 325. ക്രിസ്തു സഭ ക്രിസ്തു മതമായി മാറുകയാണ് കുസ്തുന്തീനോസിന്റെ കാലത്ത്. Church of Christ becomes a religion of Christianity in the reign of Constantius. അപ്പോൾ അവിടെ യേശു ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും ഒക്കെ പ്രധാനമായി അദ്ദേഹത്തിന്റെ രാജാവിന്റെ ചക്രവർത്തിയുടെ മാതാവ് അവിടെ ഒരു കല്ലറ പള്ളി തന്നെ പണിയുവാനായിട്ട് മുൻപോട്ട് വന്നു. The mother of the reigning king, she himself came to have those memorial places where Jesus was born and Jesus was died and wanted to build a church there. അങ്ങനെ ആ കല്ലറ പള്ളി ക്രിസ്തു മതത്തിന്റെ ഒരു സിംബലായി മത കേന്ദ്രമായി മാറി. That tomb became a symbol for the religious people and became a place of religious visitation for people to come and see. കത്തോലിക്കരാണെങ്കിലും ഓർത്തഡോക്സുകാരാണെങ്കിലും മർത്തോമക്കാരാണെങ്കിലും സീസൈക്കാരാണെങ്കിലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ക്രൂശ് മരണം നടന്ന സ്ഥലത്തെ പള്ളി വളരെ പ്രധാനപ്പെട്ടതാണ്. As long as even if it's Christians or Orthodox or any denominations, the place where Jesus was crucified and where the temple, the church is built, is a very important place. അതിനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായപ്പോൾ ഉണ്ടായതാണ് കുരിശുയുദ്ധം എന്ന് പറയുന്ന ചരിത്രത്തിലെ കറുത്ത അധ്യായം. It's a black chapter when the war against it happened and how people call it the war of the cross. ക്രൈസ്തവ മത നേതാക്കന്മാർ നിരപരാധികളായ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും ഒക്കെ കൊന്ന ചരിത്രം വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് കുരിശുദ്ധ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. We can with a very painful heart read about the history where the religious leaders of the church made their battle and killed many Jews and Muslims. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. As long as they were concerned, it was truth to them. സത്യം എന്നാൽ എന്തായെന്ന് പിലാത്തോസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. It's a very prominent and an important question when Pilate asked this question, what is truth? ഞങ്ങളുടെ രക്ഷകനെയും ഞങ്ങളുടെ പള്ളിയൊക്കെ തകർത്തവരെ കൊല്ലണം എന്നുള്ള ചിന്തിക്കുന്ന അന്നത്തെ നേതാക്കന്മാർക്ക് അവർക്കത് സത്യമാണ്. For them, that religious leaders, for them it was a truth to stand for the
cause of their own church and their beliefs. ഹമാസിനെ ആക്രമിക്കുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ന്യായമാണ്, സത്യമാണ്. To attack Abbas was a truth or a justice for the people of Israel. പക്ഷെ ഹമാസിനോടുള്ള ബന്ധത്തിൽ അത് നീചമാണ്, ക്രൂരമാണ്. But in the light of Hamas, when they see it was like an injustice or a cruelty shown to them. ഒരു വർഷം മുമ്പ് ഒക്ടോബർ മാസം ഹമാസ് ഇസ്രായേലിലേക്ക് ഒളിച്ചു കയറി 1000-ലധികം ആൾക്കാരെ കൊന്ന് 200-ലധികം പേരെ അടിമകളാക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് നിഷ്ഠൂരമായ കാര്യം ചെയ്യുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ അനുഗമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്, സത്യമാണ്. ഇസ്രായേലിന് അത് തെറ്റുമാണ്. In October 2024, when Hamas entered and attacked Israel and 1,000 people were killed and 200 people were taken as hostage, it was like a time of justice for Hamas, but Israel thought it was a time of injustice. അതുകൊണ്ട് സത്യം, ന്യായം എന്നാൽ എന്താ എന്നൊക്കെ ചോദിച്ചാൽ ചിലക്ക് ന്യായമായിരിക്കും, ചിലക്ക് അത് അന്യായമായിരിക്കും, ചിലർക്ക് സത്യമായിരിക്കും, ചിലർക്ക് അസത്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്ന സത്യവും ഞാൻ അംഗീകരിക്കുന്ന ന്യായവും ഈ ബൈബിളിൽ നിന്നാണ്. The truth and justice, when you ask someone, for one side it will be truth and justice, the other side will be a lie or an untruth and injustice. But for me, the Bible represents the ultimatum of truth and justice. അപ്പം ഇസ്രായേലിന്റെ ക്രിസ്ത്യാനികൾ വന്നതോടുകൂടെ ലോകമെമ്പാടുമുള്ള 200 കോടിയിലധികം ക്രിസ്ത്യാനികളുടെ ഭാരം ഈ ജെറുസലേമിലേക്ക് വന്നു. So as the Israelite people, when they came to understand that they were also supported by the Christians, about 200 crores of people, also that weight or that burden came on Jerusalem. കാരണം അവരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് ജെറുസലേം. It was their capital or a prominent city, the city of Jerusalem. അവരുടെ ജൂതന്മാരുണ്ട് എന്നുള്ളതല്ല അവരുടെ വിഷയം. It's not a matter that just the Jews are existing there. യേശു അവിടെയാണ് ക്രൂശിക്കപ്പെട്ടത്. It was that place where Jesus was crucified. യേശു ഇനി ഒലിവുമലയിൽ ഇറങ്ങി വരും. And again he will come and descend in the Mount of Olives. ഇതവർ വിശ്വസിക്കുന്നു, അത് സത്യവുമാണ്. This they believe and it is true. അതുകൊണ്ട് ഏത് വാർത്തയും അവർ ശ്രദ്ധിക്കും. So they will be very attentive to all the news regarding it. അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും അവരെ ബാധിക്കും. Whatever is happening or the matters that happen there will affect them. ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഫാക്ട് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. When Britain and America are trying to involve themselves in this matter, this is a background behind it. ക്രൈസ്തവർ ഇവിടെ ഉണ്ടായതിന് 600 വർഷം കഴിഞ്ഞ് മുഹമ്മദ് നബി ജനിക്കുകയും ഇസ്ലാം മതം ഇവിടെ ഉണ്ടാകുകയും ചെയ്തു. After 600 years, when Christians existed, the Prophet Muhammad was born and Islam religion was born. ഇസ്ലാം മതത്തിൽ മെക്ക, മെദീന കഴിഞ്ഞ അവരുടെ മൂന്നാമത്തെ ദേവാലയം, മോസ്ക് സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലെ മോറിയ കുന്നിലാണ്. After Mecca and Medina, their third mosque is in this Moriah Mount. അവിടെ അവരുടെ നബിയായ മുഹമ്മദ് വന്നുവെന്നും യാത്ര ചെയ്തെന്നും അവർ വിശ്വസിക്കുന്നു. There their prophet Muhammad came and traveled through that place is what they believe. അതുകൊണ്ട് ആ ജെറുസലേമിലെ മുസ്ലിം പള്ളി, റോക്ക് ഓഫ് ദ ഡോം എല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് ലോകമെമ്പാടുമുള്ള 150-ലധികം കോടി മുസ്ലിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹമാണ്. It is a desire of about 1.5 billion Muslims all across the world that this rock of the dome should be preserved as the property of the Muslims. ഹമാസിനെ മുസ്ലിം ലോകം സഹായിക്കുന്നതിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യം, the reason that Hamas is being supported by the Muslim world, the true, genuine, sincere truth behind it is തങ്ങളുടെ ദേവാലയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പലസ്തീനികളെ അവിടെ ഉള്ളൂ. അതുകൊണ്ട് അവരെ ഏത് നിലയിലും സഹായിക്കണം, അല്ലെങ്കിൽ ജൂതന്മാർ ആ ദേവാലയം തകർത്ത് അവിടെ മുൻപുണ്ടായിരുന്ന ദേവാലയം പണിയും എന്നുള്ള ആഴമേറിയ ഒരറിവ് ഇറാനികൾക്കുണ്ട്, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കുണ്ട്. the people of Iran and all the Muslim world
they have this thought that they need to support the Palestinians and all who are in support of the protection of the temple of the mosque there. Otherwise, the Jews will overtake them and they will build their own temple in that place. നമ്മള് ഇസ്രയേല് ആക്രമിച്ചു, ഹമാസ് ആക്രമിച്ചു, ഇറാൻ ആക്രമിച്ചു എന്നൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. We read only the outward news of Israel attacked Hamas, Hamas attacked Israel, but the genuine inside truth of it is this. നിങ്ങളുടെ അടുക്കലേക്ക് ഒരു രോഗി വരുമ്പോൾ അവന്റെ കണ്ണ് ചുമന്നായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ തൊലിക്ക് മാറ്റമുണ്ടായിരിക്കാം, അവന് പനിയായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിലൂടെ അതിന്റെ കാരണമാണ് കണ്ടെത്തുന്നത്. When people come to you, they present you with symptoms. They may have yellow eyes and they may have fever, but you want to know what is that real root cause of that disease. നിങ്ങൾ ഡോക്ടേഴ്സ് ഇത് ക്യാൻസർ മുഖാന്തരം ഉണ്ടായ പനിയാണോ, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ മുഖാന്തരം ഉണ്ടായ പനിയാണോ, അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് ആണോ, അത് നിങ്ങൾ കണ്ടെത്തി അതിന്റെ കാര്യത്തിലേക്ക് പോകും. അത് മനസ്സിലാകണമെന്നില്ല. We'll try to find out the cause beyond it. Is the fever caused because of the cancer or the infection or any other cause, and you go about its treatment, which a layman may not understand. നമ്മളിങ്ങനെ ചാനൽ ചർച്ചകളും വാർത്തകളും അവരത് ചെയ്തു, ആ കുഞ്ഞിനെ തകർത്തു, അവിടെ ബോംബിട്ടു, ഇവിടെ ബോംബിട്ടു, ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാന കാര്യമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We just hear about the news that they put the bomb there, they put the bomb here, people were killed. But the truth of the foundation or the truth behind all these wars and this trouble is what we are learning about. അപ്പോൾ ഏകദേശം 200 കോടിയിലധികം ക്രിസ്ത്യാനികൾ, 150 കോടിയിലധികം മുസ്ലിങ്ങളുടെ പുണ്യനഗരമാണ് ജെറുസലേം. There are about 2 billion Christians and 1.5 billion Muslims, and their prominent city is the city of Jerusalem. പ്രവാചകൻ പറയുമ്പോൾ ഇവരാരുമില്ല. When the prophet spoke this prophecy, these people did not exist. ജൂതൻ മാത്രമേ അവകാശപ്പെടാനുള്ളൂ, പക്ഷെ അവരന്ന് അവിടെ ഇല്ല. Jews only could take the inheritance of it, but he was not existing. യഹൂദൻ ഒരു അവസരം കിട്ടിയാൽ ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് അവരുടെ രാജാവായിരുന്ന ശലോമോൻ പണിത ദേവാലയം ആ മോറിയക്കുന്നിൽ പണിയുവാനായിട്ട് അവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. Jews, if they get an opportunity, they will demolish this mosque and they will build their own temple as their King Solomon had built, and all the preparations for it is already begun. അപ്പോൾ യെരൂശലേം ഭാരമുള്ള ഒരു കല്ലായി തീരും എന്ന് 2500 വർഷങ്ങൾക്ക് മുൻപ് ആ പ്രവചിച്ച പ്രവചന നിവൃത്തി നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. So the prophecy that Zechariah mentioned 2500 years ago, that is, Jerusalem will become a heavy stone, we are seeing it being fulfilled in front of our eyes. ഇനി അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാരമാണ്. The other thing is about its political heaviness. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1967 വരെ BC 587 മുതൽ BC AD 1948 വരെ ജൂതന്റെ കയ്യിലായിരുന്നില്ല ജെറുസലേം. As I told you earlier, BC 587 to 1948 AD, it was not in the hands of the Jews, the nation of Israel. സൈറസിന്റെ കാലത്ത് ഇറാനികൾ അവരെ ജെറുസലേമിൽ പോകാൻ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോമാക്കാരുടെ കാലത്ത് അവരെ യെരുശലേമിൽ പോകാൻ ജൂതന്മാരെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും യെരുശലേം ഒന്നും ഇവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നില്ല. റോമൻ ഭരണകർത്താക്കളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇറാനിയൻ ഭരണകർത്താക്കളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. Though in the reign of Cyrus and the reign of Romans, they helped the Jews to go to the place of Jerusalem, yet it was not under their control. അപ്പം BC 587 മുതൽ AD 1948 വരെ ജെറുസലേം ജൂതന്മാരുടെ കയ്യിലല്ലല്ലോ. അത് പലസ്തീനികളുടെയോ ബാബിലോണിയരുടെയോ ഇറാന്റെയോ ഗ്രീസുകാരുടെയോ റോമാക്കാരുടെയോ ഈജിപ്തിന്റെയോ തുർക്കികളുടെയോ പലസ്തീനികളുടെയോ ഒക്കെ കയ്യിലായിരുന്നു. From BC 587 to 1948 AD, it was under the reign of Palestinians or Iranians or Greeks or Romans. 1967 ജോർദാന്റെ കയ്യിൽ നിന്ന് അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ്. In 1967, in the war, they captured Jerusalem from the hands of Jordan. അവൻ യെരുശലേം അവർക്ക് മടക്കി കൊടുക്കണം എന്ന് ലോകരാജ്യങ്ങൾ പറയുന്നു. So all the nations, all universally said that Jerusalem should be given back to Israel. അത് കേട്ടാൽ നമുക്ക് ന്യായം തോന്നും. We may, when we understand, when we hear about it, we think it is very just. ഒരു ന്യായത്തിൽ അന്യായവുമുണ്ട്.
In the other side, it is unjust also. പക്ഷെ നമ്മൾ കേട്ട BC 587 മുതൽ AD 1948 വരെ എന്ന് പറയുമ്പോൾ 12,000 വർഷം മറ്റു പലരുടെ കയ്യിലായിരുന്ന ജെറുസലേം ജൂതന്മാർ 67 വന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ന്യായമല്ലേ? About the 2000 years after a long period, Jerusalem is being scheduled to be given into the hands of Israel. In one way, it was a just cause for them. അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ ഭരിക്കുന്ന കാലത്ത് ഈ വിഷയം തമ്മിൽ ഒരു ചർച്ചയുണ്ടായത് ക്യാമ്പ് ഡേവിഡിലാണ്, മേരിലാൻഡില് ആ ചർച്ച നടന്നത്. There was a research or an investigation in the time of Bill Clinton as a president of US. They had done a search in Maryland. അന്ന് അരാഫാത്ത് ജീവിക്കുന്ന കാലമാണ്. It was that when Arafat was living. അപ്പൊ ഈ വിഷയത്തിൽ ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തില് ഒരു ചർച്ച നടത്തി. കാരണം അരാഫാത്തിന്റെ പലസ്തീൻ രാജ്യം യെരുശലേം തലസ്ഥാനമാക്കി ഒരു രാജ്യമായിട്ടൊക്കെ അവർ പ്രഖ്യാപിച്ചു. പല രാജ്യങ്ങളും അംഗീകരിച്ചില്ലെങ്കിലും പ്രായോഗിക തലത്തിലൊന്നും വന്നില്ല. When Arafat was there, they wanted Jerusalem as a capital city, but Bill Clinton had made a search and many proclamations were done, but it did not materialize. സമർത്ഥനായ ബിൽ ക്ലിന്റന്റെ മുൻപിൽ യഹൂദയുടെ അവരുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ അരാഫാത്തും അമേരിക്കൻ പ്രസിഡന്റും ചർച്ച നടക്കുകയാണ്. So there is a investigation or a conversation happening between the American president, the Israel president, and the Iranian Arafat. അരാഫാത്ത് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജെറുസലേം തിരിച്ചു തരണം. Arafat demanded that we need our Jerusalem back. നിങ്ങളെ സിറിയയ്ക്കും ഈജിപ്തിനും ഒക്കെ 67 യുദ്ധത്തിൽ പിടിച്ചതൊക്കെ കുറച്ച് തിരിച്ചു കൊടുത്തല്ലോ. You gave some parts of the land for Syria and Egypt in 1967. ഞങ്ങൾക്ക് യെരുശലേം ഞങ്ങൾക്ക് കിട്ടണം. We also need back the city of Jerusalem. അപ്പൊ യഹൂദയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണകർത്താവ് പറഞ്ഞത്, ഞങ്ങളുടെ ശലോമോൻ അവിടെ ദേവാലയം പണിതാണ്. നിങ്ങളുടെ പുസ്തകം വായിച്ചാലും മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ. ശലോമോൻ രാജാവായിരുന്നു, അവിടെ യെരുശലേം ദേവാലയം ഉണ്ടായിരുന്നു. എല്ലാ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ ആ ദേവാലയം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ രാജാക്കന്മാർ അവിടെ ഭരിച്ചതാണ്. അതിനുശേഷമാണ് മറ്റുള്ളവരൊക്കെ അവിടെ വന്നത്. So the president of Israel had mentioned that our King Solomon had built the temple, and many other kings, even if you read your own book, you will understand that many kings reigned in that place, and now it is not there. പക്ഷെ അരാഫാത്ത് ഉൽപ്പത്തി പുസ്തകം വായിച്ച മനുഷ്യനായിരുന്നു. But Arafat had already understood what is the diplomatic answer. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ശലോമോൻ പോട്ടെ, നിങ്ങളുടെ മോശ അവിടെ അടുത്ത് ചെല്ലുന്നവരെ, ജോഷുവ അത് പിടിക്കുന്നത് വരെ യെരുശലേം ഞങ്ങളുടെ കയ്യിലാണ്, പലസ്തീനയുടെ കയ്യിലാണ്, കനാന്യരുടെ കയ്യിലാണ്, യെബൂസ്യരുടെ കയ്യിലാണ് എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ടല്ലോ. So Arafat had known the history well, and he said before Solomon even existed, there was Moses and Joshua who had taken it from the land of Canaan and from the people of Jebusites who belonged to Palestine and Iran. അരാഫാത്തും പറയുന്ന ന്യായമാണ്. What Arafat said also was a just cause. എന്നാൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറയേണ്ടിരുന്നത്. But he had to tell like this. ഭൂമി ഒരുത്തന്റെ സ്വന്തമല്ല. Earth does not belong to anyone. ഒരുത്തനും ഉണ്ടാക്കിയതല്ല. No one has created it. നിങ്ങളുടെ എന്റെയും ദൈവം സൃഷ്ടിച്ചതാണ്. It is the God who created me and you. അതിൽ ഓരോ ഭാഗത്ത് ഓരോരുത്തരെ താമസിക്കാൻ ദൈവം അനുവദിക്കുന്നു. And God allows each portion for each people to inhabit. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്, Our father Abraham, അവരുടെ മക്കൾക്ക് he wanted to give his children, യെരുശലേം ഉൾപ്പെടെയുള്ള along with Jerusalem, all the land belonging സ്ഥലം ദൈവം നൽകിയിരിക്കുകയാണ്. God has given to him. അതാണ് ന്യായം. That was the just cause, അത് ഞങ്ങൾക്ക് തരണം. and that should be given to us. പിന്നെ നീയോ നിന്റെ മതമോ ഉണ്ടാക്കിയതാണ് യെരുശലേമെങ്കിൽ എടുത്തുകൊണ്ട് പോകും, അത് ന്യായമാണ്. But you or your religion has created Jerusalem, you can take and go. It is a just cause. അത് അരാഫാത്ത് പറഞ്ഞില്ല കേട്ടോ, ഞാൻ കൂട്ടിച്ചേർന്നേ ഉള്ളൂ. That Arafat did not mention that. I just put in the statement there. അവൻ ക്ലിന്റന് മിടുക്കനാണല്ലോ, പുള്ളി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. Clinton was very smart. He was listening to both the sides of the conversation. അവൻ അരാഫാത്തിന്റെ ഭാഗത്താണ് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ന്യായം എന്ന് ക്ലിന്റൺ അറിയാം. So Clinton understood as a politician point of view, Arafat had a just cause for him to get back the city of Jerusalem. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്റെ ഈ പ്രഭാഷണം
ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കോപ്പിറൈറ്റ്. As I mentioned in the 2 earlier teachings also, this preaching can be shared with anyone. എന്നാൽ ഇതിന്റെ ഒരു ഭാഗമെടുത്ത് ആർക്കും ഷെയർ ചെയ്യാനോ വ്യാഖ്യാനിക്കാനോ അനുവാദമില്ല. But no one is allowed to just take a part of it to share or bring out its interpretation. കാരണം അത് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. Because it can bring lot of wrong beliefs or wrong conclusions. വലിയ പ്രശ്നം ഉണ്ടാക്കാം. It can bring a big trouble. ഗസയിൽ ഈ ആക്രമണം ഉണ്ടായപ്പോൾ ഞാൻ അതിന്റെ ഒരു 3-ാം ദിവസം ഒരു വീഡിയോ ഇറക്കി. In Gaza, when there was an attack on the 3rd day, I had released one video. ന്യൂസിലൻഡിൽ വെച്ച് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. I had recorded that in New Zealand and had published it. ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിലെ വിഷയം. It was the topic was what is happening in Gaza will happen. That was the topic of that. അത് ആമോസിന്റെ പ്രവചന പുസ്തകത്തിലും സഫന്യാവിന്റെ പ്രവചന പുസ്തകത്തിലും അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. And it is very clearly written in the book of Amos and Zephaniah. എന്റെ ആ പ്രഭാഷണം കേട്ട് പലരും അത് പ്രശ്നം ഉണ്ടാക്കുകയും ചൊല്ലിക്കൂട്ടുകയും തെറി പറയുകയും എന്റെ ചില ഭാഗമെടുത്ത് അതിലെ ഒരു മത നേതാവ്, ഒരു പെരുമ്പാവൂരുകാരനൊരു സഹോദരൻ, എന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞ മുഴുവൻ പറയാതെ ഒരു ഭാഗം മാത്രം എടുത്ത് വീഡിയോ ഇറക്കുകയൊക്കെ ചെയ്തു. Some videos people wanted to troll, they just took part of it. Even one person from Perumbavoor, I don't want to mention the name, they were saying against it. ഇപ്പൊ ആരും അത് ഇറക്കുന്നില്ല. കാരണം ആ പ്രവചനത്തിൽ എഴുതിയതുപോലെ, ഞാൻ പ്രസംഗിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ ആർക്കും കാണത്തക്ക നിലയിൽ അങ്ങ് നിറവേറി. No one is now saying anything against it, because whatever prophecy had been mentioned, it is literally being fulfilled and no one has anything to say against it. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ഇസ്രായേലിന്റെ യുദ്ധവും ഹമാസിന്റെ യുദ്ധവും ഒരുത്തന്റെ യുദ്ധത്തിലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. One thing also I want to say to you, this war of Israel or Hamas or no one I'm believing or trusting in. കൊല്ലുന്നതും തല്ലുന്നതും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. I'm not the one who is for the battles and to have bloodshed. ഒരു ഇരട്ട തടിച്ചാൽ മറുപടി കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ ഒരു വലിയ ശിഷ്യനാണ് ഞാൻ. I'm just following the principles and the disciples of Jesus who mentioned, if you are slapped on the cheek, show the other one also. എന്നെ സുവിശേഷ വിരോധികൾ അടിച്ചിട്ടുണ്ട്, ഞാൻ അവർക്ക് മറുപടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ എന്നെ അടിച്ചവന്റെ വീട്ടിൽ പോയി അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. Anything the enemies of the gospel have slapped me and I've showed the other face also, and sometimes the same day the Lord used me to go and bless them. ഞാൻ ഹമാസിനെയും അല്ലെങ്കിൽ ഇസ്രായേലിനെയും അവരുടെ യുദ്ധങ്ങളെയൊന്നും ന്യായീകരിക്കാനല്ല ഇത് പറയുന്നത്. I'm not here to justify the killings or the war between Hamas or Israel. ബൈബിൾ പ്രവചനങ്ങൾ നിറവേറുന്നു. The Bible prophecy. നിങ്ങൾക്ക് ബൈബിളിലുള്ള വിശ്വാസം ഉണ്ടാകണം, ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, യുദ്ധം നിർത്തലാക്കുന്ന യേശുവിന്റെ ഭരണത്തിൽ നിങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി പറഞ്ഞു വരികയാണ്. I want all of you to finally end up in believing the Lord Jesus, increasing in your faith in Him, being ready for His coming, and all these Bible prophecies are just a supporting thing for that. അതുകൊണ്ട് എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആർക്കും അനുവാദമില്ല. മൊത്തം പറയുക, എന്നിട്ട് അതിനെ ഖണ്ഡിക്കുകയോ എന്ത് പറഞ്ഞാലും വിരോധവുമില്ല. So don't take a part of it and publish it or share it with others. You can take the whole of it and share with it and give your opinions or comments on it. അപ്പോൾ ക്ലിന്റൺ എന്ത് ചെയ്യുന്നറിയാമോ? So that Clinton, what did he conclude with? അയാളെ അരാഫാത്തിന്റെ കൂടെ നിന്നാൽ യഹൂദന്മാർ പിണങ്ങും. He knew if he sided along with Arafat, the people belonging to Jewish nation will be sad. അമേരിക്കയിൽ യഹൂദനെ കൂടാതെ ഒരു ഭരണകർത്താവിനും ശരിക്ക് ഭരിക്കാൻ ഒക്കെയില്ല. In America, there's no ruler who can rule alone without the support of any Jewish people. അത് അവിടുത്തെ റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റിക് ആണെങ്കിലും അവർക്കറിയാം, ആ കാര്യം അറിയാം. That even any party, Republican or Democrat, will understand the truth behind it. അങ്ങനെ ക്ലിന്റൺ വൈറ്റ് ഹൗസിലേക്കും അരാഫാത്ത് രാമുള്ളയിലേക്കും ഇസ്രായേലിന്റെ ഭരണകർത്താവ് ടെല്ലവീവിലേക്കും പ്രശ്നം തീരാതെ തീർക്കാൻ കഴിയാതെ മടങ്ങിപ്പോയി. So without the argument being settled, Clinton went to White House, Arafat went to his place,
Israel person went to Tel Aviv and they went without settling the conversation. യെരൂശലേം ഭാരമുള്ള ഒരു കല്ലായി തീരുമെന്ന് 2500 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട ആ പ്രവചനത്തിന്റെ കൃത്യമായൊരു നിറവേറൽ ഞാൻ കാണുകയായിരുന്നു ഇവരുടെ സംഭാഷണത്തിലൂടെ. Through their arguments, I was seeing about how Jerusalem becomes a heavy stone, which was prophesied 2500 years ago. മൂന്നാമത്തെ പ്രവചനം, The third prophecy, യെരൂശലേമിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കുമെന്നാണ്. those who heave it Jerusalem away will surely be cut in pieces. ക്ലിന്റൺ ഈ വിഷയത്തിൽ ഒരു ശരിയായ നടപടി എടുക്കാതെ പോയതോടുകൂടി ബില്ലാദന്റെ ആൾക്കാർക്ക് അമേരിക്കയോടുള്ള പക വർദ്ധിച്ചു. Because Bill Clinton did not bring a proper conclusion to it, Bin Laden and his people, their hatred towards America grew even more. വേൾഡ് ട്രേഡ് സെന്ററിനെ 2011 അവർ തകർത്തു കളഞ്ഞു. In 2001, World Trade Center, they attacked. 1987 ഞാൻ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിൽ ന്യൂയോർക്കിലെ ഒരു പാസ്റ്റർ എബ്രഹാം സാർ എന്നെ കൊണ്ടുപോവുകയുണ്ടായി. In 1987, there was a Pastor Abraham who had taken me to the top of this World Trade Center. അന്ന് മൻഹാട്ടൻ സിറ്റിയിലൂടെ ഓടുന്ന റോൾസ് റോയ്സും കാഡിലാക്കും ബെൻസും വലിയ ട്രക്കുകളുമൊക്കെ ഒരു തീപ്പെട്ടി പോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളായിരുന്നു. Those roads through Manhattan, all this Rolls Royce and Cadillac, those cars were just like matchboxes moving in that height when we saw. ഒരു സായിപ്പ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. 1987 വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്, ഭൂമിയിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് വേൾഡ് ട്രേഡ് സെന്റർ. In 1987, it was the tallest building in the world, and there was a foreigner who was very joying and jumping. അല്ല, ഞാനാണ് ഫോറിനർ അവിടെ, അദ്ദേഹം അവിടെയുള്ള ആളാണ്. അയാൾ അങ്ങ് സന്തോഷിക്കുകയാണ് അവിടെ. I was a foreigner in that place, but he was that place, but still he was so rejoicing to get on top of that. അയാളിങ്ങനെ സന്തോഷിക്കുമ്പോൾ ഞാൻ അയാളുടെ പുറത്ത് ചെന്ന് തട്ടി. So when he was so rejoicing, I went and just tapped on his shoulder. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവർക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ പിന്നെ ഭയങ്കര ഗുരുക്കളാണ്. And don't do like that, because they can sue you or save, and you can go through various consequences. അയാളെ ഹാർട്ട് ചെയ്തതായിട്ടും അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടിയതായിട്ടും ഒക്കെ കേസ് പോകും. അവിടുത്തെ കേസുകളൊക്കെ അങ്ങനെയാണ്. Their pulse rate or their blood pressure increase, and all the cases will be created. പക്ഷേ അതൊക്കെ എനിക്കൊരു കാര്യം കൺവേ ചെയ്യാനുള്ള വ്യഗ്രത ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ന്യായം സത്യമൊക്കെ എന്റെ വ്യൂ പോയിന്റ് ആണ്. I wanted to convey certain things as truth and justice. This is my viewpoint. അപ്പൊ സാഹിബ് അത്രയും സന്തോഷം കൂടാതെ എന്നെ നോക്കി. പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരനെ അയാളുടെ പുറത്ത് തട്ടുക, അയാളിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിട്ടുക ശരിയല്ലല്ലോ. So this Indian who is just touching me, he was looking at me in a weird manner. അയാൾ ശാലും കൂടെ കോപം വരാനായിട്ട് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നത്തിങ് ബ്രദർ. So I just to instigate it, he said, this is nothing, brother. അയാൾക്ക് കുറെ കൂടെ കോപമായി. അയാൾ എന്നെ അടിക്കുന്നതിന് മുമ്പേ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. Again he was very angry, and before he came near, I told him all that I wanted to say. ഞാൻ ബ്രദർ, യേശു തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിന്റെ ഗോപുരങ്ങളുടെ പൊക്കം ഓർക്കുമ്പോൾ ഇതൊന്നുമില്ലെന്നാ ഞാൻ പറഞ്ഞെന്ന് വളരെ താഴ്മയോടെ അദ്ദേഹത്തോട് പറഞ്ഞു. So very humbly I submitted to him when I understand and remember how big the pillars of New Jerusalem that the Lord is preparing for his children. To the estimate of that, when I saw this was nothing, that is what I mentioned to him. പുതിയ യെരൂശലേമിന് 1200 നാഴികയാണ് ഉയരം, വീതി, നീളം എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. In the book of Revelation, it is said about the height, the width, 1200 cubits. ഏകദേശം 1500 മൈൽ. It is almost 1500 miles. 1500 മൈൽ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ ഗോപുരം ഏറ്റവും ഒരു 500 മൈലെങ്കിലും ഉയർന്നിരിക്കണ്ടേ? ഒരു 2000 മൈലെങ്കിലും ഉയർന്നെങ്കിൽ മാത്രമേ ആ ഗോപുരം ഭംഗിയാകും. So if the 1500 mile top city has to be built, at least the pillar should be at least 2000 miles top on high.
അപ്പൊ നമുക്ക് അഭിമാനമായിട്ടുള്ള നമ്മുടെ ശുക്ല 400 കിലോമീറ്റർ മുകളിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വന്നു. Our prideful Shukla, he came from 400 kilometers, 400 miles. He came down. 400 കിലോമീറ്റർ മുകളിലാണ് അവരുടെ സ്പേസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത്. ഇപ്പോഴ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ is stationed about 400 kilometers higher. പക്ഷെ പുതിയ യെരുശലേമിന്റെ ഒരു ഗോപുരത്തിന്റെ ഹൈറ്റ് ഏകദേശം 2000 മൈലാണ്. The New Jerusalem's one pillar height is about 2000 miles. അതൊക്കെ മനസ്സിലുള്ളവന് ലോകത്തിലെ ഒരു ട്രേഡ് സെന്ററും വലുതല്ല, ഒന്നും ആകർഷണീയമല്ല. So when we have that kind of picture in our mind, there's no World Trade Center or any building that is even measuring up to its height. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, യെസ് ബ്രദർ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. അയാൾക്ക് അത് വലിയ ഹാപ്പി ആയി പോയിട്ടുണ്ട്. He was a Christian and he was so happy because of that you are right, and he understood the meaning and the significance of it. ആ വേൾഡ് ട്രേഡ് സെന്റർ തകരാൻ കാരണം ഈ ജെറുസലേമിന്റെ വിഷയത്തിൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തതിന്റെ പരിണത ഫലമായിരുന്നു ഈ ആക്രമണം. The reason behind the World Trade Center being attacked is because America supported Israel and they were unhappy with it. അന്ന് നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ കെ.ആർ. നാരായണനാണ്. That time our country, the president was Mr. K.R. Narayan. നമ്മുടെ പാർലമെന്റും ആക്രമിക്കപ്പെട്ടു. Our parliament also was in that. അന്ന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, that time the president ആക്രമിച്ച അതേ ആ കോപത്തിന്റെ പരിണതഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഇവിടെയും സംഭവിച്ചത്. നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് this consequence of why they attacked is because of what had happened on that day, and that is why it happened. ഹമാസ് പലസ്തീനിലെ ജനങ്ങൾ 60,000-ലധികം ആൾക്കാർ കഠിനമായി മുറിവേൽക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ അവർക്ക് അഭയം കൊടുത്ത് അവരെ അവിടുന്ന് മാറ്റാതിരിക്കുന്നുണ്ട്. യെരുശലേമിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇവരെ ആവശ്യമുണ്ട് എന്ന് ഈ അറബ് രാജ്യങ്ങൾക്കറിയാം. The Arabians, the nations, they understood about this Palestine, 60,000 people, though they are going through difficulty, still they are protected and provided for, supplied everything in that place so that they can protect that city of Jerusalem. യെരുശലേമിനെ ചുമക്കുന്നവനൊക്കെ ഏത് കാരണം ചൊല്ലിയും കഠിനമായി മുറിവേൽക്കും എന്നുള്ള പ്രവചനം ഇറാന് മനസ്സിലായി, സുറിയയ്ക്ക് മനസ്സിലായി, ഹിസ്ബുള്ളാഹിക്ക് ലെബനോനിൽ അത് മനസ്സിലായി, ഹൂത്തികൾക്ക് അത് മനസ്സിലായി, പലസ്തീനുകൾക്ക് അത് ബോധ്യമായി ആ പ്രവചനം നിറവേറുകയാണ്. All those who hear Jerusalem will be cut in pieces. It was very well understood by Iran, Lebanon, all the nations surrounding Israel. പ്രവചനത്തിലെ 4ാമത്തെ വിഷയം സകല ജാതികളും അവർക്കെതിരായി യുദ്ധത്തിന് വരിക എന്നുള്ളതാണ്. The 4th prophecy in that is all nations of the earth are gathered against it. ഞാൻ ഒന്നുകൂടെ വായിക്കാം. സക്കറിയ 12:2 മുതൽ. Again I'll read Zechariah 12:2 onwards. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. I will make Jerusalem a cup of staggering to all the surrounding peoples. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. It shall happen in that day I will make Jerusalem a very heavy stone for all peoples. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. All who heave it away will be surely cut in pieces. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. All the nations of the earth will be gathered against it. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് യെരുശലേമിനെതിരായിട്ട് ഭൂമിയിലെ സകല ജാതികളും കൂടി വരുവാൻ പോകുന്നത്. So you understood why against Jerusalem all the nations are coming against it. ഇസ്രായേൽ യെരുശലേം വിട്ടുകൊടുക്കുകയില്ല. Israel will not give up Jerusalem. യെരുശലേം പലസ്തീനുകൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നു. All the Muslims around the world are demanding that Jerusalem should be given to the Palestinians. ഇന്ത്യയും അത് ആവശ്യപ്പെടുന്നു. Even India is recommending it. റഷ്യയും അത് ആവശ്യപ്പെടുന്നു. Even Russia is demanding it. ഇറാൻ ആവശ്യപ്പെടുന്നു. Iran is also asking for it. ലോകത്തിൽ ബഹുഭൂരിപക്ഷം
രാജ്യങ്ങളും ഇതിന്ന് ആവശ്യപ്പെടുന്നു. The majority of the nations are already for that demand. അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ അതിന് അനുവദിക്കാതിരിക്കുന്നുള്ളൂ. Only few or remnant of the nations are not willing for it. UNO ആവർത്തിച്ച് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UNO repeatedly they are demanding it. ഇസ്രായേൽ അത് വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. Israel has no plans of giving up Jerusalem. അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധമല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല. A war is the one which is the answer and there's no other way for ahead. അതിനാണ് രക്ഷയുടെ നേതൃത്വത്തിൽ ഒരു യുദ്ധമുണ്ടാകും എന്ന് ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പറഞ്ഞത് ഇപ്പോൾ ഈ 2025 നിറവേറുവാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചു. That is what 2500 years ago under the prophecy of Ezekiel was said into the leadership of Russia. It will happen, and today 2025 all the events surrounding it are ready for it to be fulfilled. എസെക്കിയേൽ 38 വേഗം വരാം. We will come back to Ezekiel 38 quickly. 38:3 നമ്മൾ വായിക്കുകയാണ്, ഗോഗിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധത്തിനായിട്ട് ആൾക്കാർ വരുന്നു. Ezekiel 38 verse 3, under the leadership of God there is a nation, there's a war that is happening. ആ രാജ്യങ്ങൾ, ഗോഗ് എന്ന് പറയുന്നത് ഒരു സഖ്യ കക്ഷിയുടെ പേരാണ്. അതിന് കീഴിൽ ഒത്തിരി രാജ്യങ്ങളുണ്ട്. Gog is a leadership of all nations. Under that various nations are there. അതിനകത്ത് റോസ് ഉണ്ട്, റഷ്യ. Rosh represents Russia. ബാക്കി 3. Then verse 3. അതില് ഇറാൻ ഉണ്ട്, പേർഷ്യ. വാക്യം 6. What 6? Iran is there. Persia is mentioned. നമ്മുടെ വിഷയം ഇസ്രായേൽ, ഇറാൻ, റഷ്യ. Our topic is for these 3 classes: Israel, Iran and Russia. യഹൂ ഈ റഷ്യയുടെ നേതൃത്വത്തിൽ under the leadership of Russia, ഇറാനോടൊപ്പം along with Iran, ഇസ്രായേലിന് യുദ്ധം ചെയ്യുവാനായി വരികയാണ്. there is a battle that is coming against Israel. ആ യുദ്ധം വരുമ്പോൾ അത് തുടരുന്ന മേഖലകളെ കുറിച്ചുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രവചനവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. When that war happens, the geographical landscape regarding it is what is mentioned in this prophecy. ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുത്ത സമയങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കൂടുതൽ ശ്രദ്ധിച്ചാൽ കുറെ കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും. When I had taken the Revelation classes, one of the classes I had mentioned about Gog Magog, if you go back and look into your archives, you will find that video. എസെക്കിയേൽ 38:15 അവസാനം മുതലുള്ള ഭാഗ്യം. Ezekiel chapter 15, the last part of it. 15 മുതൽ, നീയും നിന്നോടുകൂടിയുള്ള പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തുനിന്ന് തന്നെ വരും. ദൈവത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. Then you will come from a place out of the far north, you and many peoples with you, all of them riding on horses, a great company and a mighty army. You will come up against my people like a cloud. വളരെ കൃത്യമായിട്ട് പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ്. It is specifically prophesied in that place. യെരുശലേമിന്റെ ഇസ്രായേലിന്റെ വടക്ക് ഭാഗമാണ് റഷ്യയുടെ ഭാഗം. Russia is directly north of Israel. വടക്കേ അറ്റത്തുനിന്ന് റോസിന്റെ സൈന്യം, from north the prince of Rosh, their army, അതോടൊപ്പം ഇറാനും മറ്റു രാജ്യങ്ങളും, along with that Iran and other nations. മേഘം പോലെ ഇസ്രായേലിനെ മറയ്ക്കും. They will come against people like a cloud to cover the land. വിമാനങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെടാത്ത കാലമാണത്. It was a time when even the planes were not discovered. ആ യുദ്ധവിമാനങ്ങൾ എല്ലാം മേഘം പോലെ ഇങ്ങനെ ആ കളറുകളാണ് യുദ്ധവിമാനങ്ങൾ കൊടുക്കാറുള്ളത്. The war planes, when they all assemble together, it is like a cloud covering the land. ബാംഗ്ലൂരിലെ ഏഷ്യയിലൊക്കെ പോയാൽ നമുക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങൾ കാണാം. ഒരിക്കൽ തന്നെ അവിടെ ജാഗ്വർ നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ കാണിക്കാൻ ചില പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പെയിന്റ് എന്ന് പറയുന്നത് ആൾക്കാർ എളുപ്പം കാണാതെ വണ്ണം മേഘം പോലെ, കാർമേഘം പോലെയൊക്കെ വരും. So in Jagur airfield, if you go in Bangalore, they have these air shows, and when they have those, when they move around, the smoke is like the
it happens as if people cannot see each other. ഇസ്രായേലിനെ കവർ ചെയ്യുന്ന ഒരു സമൂഹം, It is a group that is covering the land of Israel. എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന്, ഇറാനിൽ നിന്ന്, അറബ് ലീഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, ഇറാൻ, ഇറാഖ്, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു വലിയ സമൂഹമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുവാനായി വരും. The meaning of that is Iran, is Iraq, all the leadership of Russia will all join together to come and attack Israel. കേരളത്തിന്റെ പകുതി പോലുമില്ലാത്ത ഇസ്രായേൽ ദേശത്ത് ഈ ശത്രുക്കളുടെ പടയാളികൾക്കൊന്നും നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാതെ വണ്ണം ലക്ഷക്കണക്കിന് കാലാൾപ്പടകൾ. When the land of Israel is not even measuring up to half of Kerala, all these nations, when they come together, they will not even have space to stand together. ആയിരക്കണക്കിന് പാറ്റൻ ടാങ്കുകൾ, Thousands of battle army tanks, നൂറുകണക്കിന് യുദ്ധ കപ്പലുകൾ, hundreds of warships, ആയിരക്കണക്കിന് യുദ്ധ വിമാനങ്ങൾ, thousands of warplanes, മിസൈലുകൾ, missiles. വേണമെങ്കിൽ അണുവായുധം ഉപയോഗിക്കത്തക്ക നിലയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച്, Even to the extent of using nuclear weapons, that all preparations are already set up. അതിന്റെ 4 വശത്തു നിന്നും വളഞ്ഞു കഴിയുമ്പോൾ When they are surrounded in all 4 corners, ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. there will be a time when Israel itself will think whether it can exist. ഓർക്കണം, ഹൂതികൾക്ക് ഇറാന് 2000 കിലോമീറ്റർ അകലെ നിന്ന് ടെല്ലവീവില്, ജെറുസലേമില്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാലസില് ഒക്കെ മിസൈലുകൾ വന്നിടിക്കത്തക്ക നിലയിൽ അയക്കാൻ ഇപ്പോൾ തന്നെ അവർക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ചതാണ്. Preparations are already underway, and it's already proven that as far as 2000 kilometers away from Iran to attack Tel Aviv, to the place of the palace of Benjamin Netanyahu, it is possible. Already the evidence is there. യെരൂശലേം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ മരിക്കുക, ഈ പ്രഖ്യാപനവുമായിട്ട് ഗോഗിന്റെ സൈന്യം ഇസ്രായേലിന്റെ ആകാശവും കടലും കരയും വളയും. The army of God is coming as through the air and through the waters and saying, give Jerusalem or else die. അമേരിക്കയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഒന്നും സഹായിക്കുകയില്ല, സഹായിച്ചാൽ വിജയിക്കുകയുമില്ല. America, Australia, England will not be able to help at that time. Even if they help, they will not be victorious. ഇസ്രായേലിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുട്ടടിക്കും. Even the president and prime minister of Israel will be shaken. കരുത്തരായ പട്ടാളക്കാർ ഭയപ്പെടും. Even the mighty warriors will be frightened. മൊസാദിന്റെ തന്ത്രങ്ങൾ വിജയിക്കാതെ വരും. The plans or strategies of Mossad army will not prevail. അവർക്ക് മനസ്സിലാകും, യുദ്ധത്തിന് അയോഡോ, കുതിര, രഥങ്ങൾ വ്യർത്ഥമാണ് എന്നവരെ ദൈവം ബോധ്യപ്പെടുത്തും. God will make them understand that their trust in their weapons, their horses, is in vain. അവർ കരയാൻ തുടങ്ങും. They will start crying. പ്രാർത്ഥിക്കാൻ തുടങ്ങും. They will start praying. ഉപവസിക്കാൻ തുടങ്ങും. They will start fasting. അമേരിക്കയിലുള്ള ആശ്രയവും, Their trust in America, തങ്ങളുടെ ബുദ്ധിയിലുള്ള ആശ്രയവും, their trust in their own logic and intelligence, തങ്ങളുടെ ആയുധങ്ങളിലുള്ള ആശ്രയവും, their trust in their might of their weapons, വിജയിക്കുകയില്ല എന്നവർക്ക് ബോധ്യമാകും. they will come to understand that it will not prevail in this situation. ഇത് സംബന്ധിച്ചുള്ള പ്രവചനം സഖറിയ പ്രവാചകന്റെ പുസ്തകം 12 രേഖപ്പെടുത്തിയിരിക്കുന്നു. The prophecy regarding it is again mentioned in the book of Zechariah chapter 12. ഞാൻ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. But 10 onwards I will read it. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. I will pour on the house of David and on the inhabitants of Jerusalem the spirit of grace and supplication. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. Then they will look on me whom they pierced. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. Yes, they will mourn for him as one mourns for his only son. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. And grieve for him as one grieves for a firstborn. അന്നാൾ മെഗിദ്ദോ താഴ്വരയിലും ഹദർ ഇരിമ്മോനിലും വിലാപം പോലെ യെരൂശലേമിൽ
ഒരു മഹാവിലാപം. In that day there shall be a great mourning in Jerusalem, like the mourning at Hadad Rimmon in the plain of Megiddo. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. And the land shall mourn, every family by itself. ദാവീദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകമായും അവരുടെ സ്ത്രീജനം പ്രത്യേകമായും, നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകമായും അവരുടെ സ്ത്രീജനം പ്രത്യേകമായും, ലേവി ഗ്രഹത്തിന്റെ കുലം പ്രത്യേകമായും അവരുടെ സ്ത്രീജനം പ്രത്യേകമായും, അവരുടെ സ്ത്രീജനം പ്രത്യേകമായും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതാത് കുലം പ്രത്യേകമായും സ്ത്രീജനം പ്രത്യേകമായും വിലപിക്കും. The family of the house of David by itself and their wives by themselves, the house of Nathan, the house of Levi, the family of Shimei, their wives by themselves, all the families that remain, every family by itself and their wife by themselves. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഇസ്രായേലിൽ ഉണ്ടാകും. In short, if I have to summarize it, the work of the Holy Spirit will happen on Israel. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ കുറവുകൾ വെളിപ്പെടുത്തുകയും യേശുവിനെ വെളിപ്പെടുത്തുകയുമാണ്. One of the important workings of the Holy Spirit is to convict people of their own inadequacies and shortness and understand the need of Jesus. ഡോക്ടർ നവീന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ദീർഘമായ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ നല്ലതാണ്. You can hear about the wonderful workings of the Holy Spirit in a deep number of classes. If you hear it, you will understand it. പരിശുദ്ധാത്മാവ് അവരിൽ വരുമ്പോൾ When the Holy Spirit comes, പാപബോധമുണ്ടാകും. there is a conviction of sin that happens. അവർ നടത്തിയിട്ടുള്ള പാപങ്ങളെ കുറിച്ച് ഓർക്കും. They will understand the sins that they have committed. പലസ്തീനിലെ നിരപരാധികളെ കൊന്നത് അവർ ഓർക്കും. They will understand the people who were innocent, how innocent people of Palestine, how they were killed. പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുവാൻ കാരണമായ ക്രൂരതകൾ അവർ ഓർക്കും. They'll understand the cruelties of small children suffering in hunger and dying. അവർ ദൈവത്തിന് വിരോധമായി ചെയ്ത വ്യഭിചാരങ്ങളും മദ്യപാനങ്ങളും കൊലപാതകങ്ങളും അനീതിപരമായിട്ടുള്ള സമ്പാദനങ്ങളും എല്ലാം ഓർക്കും. They'll understand their unjust deeds, their adultery, fornication, all the unrighteous deeds. അവർ മാറത്തടിച്ച് നിലവിളിക്കും. They will beat upon their chest and they will cry out. അതിനേക്കാൾ ഉപരിയായി യേശുവിനെ അവർക്ക് വെളിപ്പെടും. Above that, they will come to be revealed of the one they pierced, Jesus. യെരൂശലേമിൽ ഗോൽഗോഥായുടെ മലമുകളിൽ ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു അവരുടെ മശികയായിരുന്നു എന്നവർക്ക് ബോധ്യമാകും. They will come to understand and be revealed that the person that they crucified on the mountain of Golgotha was their true Messiah. ആ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഈ ശാപങ്ങളെല്ലാം അവർക്കുണ്ടായത് എന്നവർക്ക് ബോധ്യമാകും. They will understand the reason that they rejected Jesus. It is why that they went through all these famines and all these troubles. ആ മശികയെ സ്വീകരിക്കുന്നത് വരെ ജൂതന്റെ ഭവനം ശൂന്യമാകുമെന്നുള്ള ആ മശികയുടെ പ്രവചനം അവർ ഓർക്കും. They will understand the prophecy that till they receive the Messiah as their own, the house of the Jews will be desolate. അവർ നിലവിളിച്ചുകൊണ്ട് They will mourn out, യേശുവേ, Jesus, ഞങ്ങളുടെ മശിഹയെ, you are my Messiah. ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇവിടെ ബേത്ലഹേമിൽ അങ്ങ് ജനിച്ചു. You are the one who was the solution for our sins, born in Bethlehem. ഗോൽഗോഥായിൽ മരിച്ചു. You died on Golgotha. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. On the third day you rose again. ഈ സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം. Lord, we thank you that you have revealed to us this truth. അങ്ങേ ഞങ്ങളുടെ രക്ഷകനായി കർത്താവായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. We receive you as our Lord and Savior with our heart. അങ്ങ് ഞങ്ങളുടെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുന്നു. We confess that you are our Lord. ഇങ്ങനെ അവർ മാറത്തടിച്ചുകൊണ്ട് With the great mourning beating on their chest, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് confessing their sins, വിലപിച്ച് in lamentation, കണ്ണുനീർ പുഴ ഒഴുക്കുമ്പോൾ when they are in that great tears, മെഡിറ്ററേനിയൻ കടലിൽ നിരന്നു കിടക്കുന്ന കപ്പൽ പടകൾക്ക് the seas that are already crowded in the Mediterranean Sea, യുദ്ധം ആരംഭിക്കുവാനുള്ള ഗോഗിന്റെ ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റിന് വേണ്ടി, കൽപ്പനയ്ക്ക് വേണ്ടി അവർ കാതോർത്ത് നിൽക്കും. they are waiting for the command for the war to begin by the leader of God. സുറിയയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ലെബനോനിൽ നിന്ന് അവിടേക്ക് കയറുവാൻ വന്നിരിക്കുന്ന നൂറുകണക്കിന് പാറ്റൻ ടാങ്കുകളും കാലാൾപ്പടകളും കരസേനാധിപന്റെ
ആ കൽപ്പനയ്ക്കായി കാതോർത്തു നിൽക്കും. From Lebanon and Egypt with their war tanks, as they want to enter through the land, they are waiting for the command of their army captain. സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലും ജോർഡാനിലും സിറിയയിലും ഒക്കെ കിടക്കുന്ന നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങുവാനുള്ള കമാൻഡ് ലഭിക്കാൻ വ്യോമസേന തലവന്മാർ കാതോർത്തിരിക്കും. Hundreds of war planes to be released from Qatar and Jordan and all the surrounding nations for the command to be released. Everyone are waiting for that command. ഇറാനിലും റഷ്യയിലുമൊക്കെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ, അണുവായുധങ്ങൾ ഘടിപ്പിച്ച മിസൈലുകൾ അത് തൊടുത്തുവിടാനുള്ള കൽപ്പനയ്ക്ക് വേണ്ടി അവരവിടെ കാത്തിരിക്കും. Iran and Russia all are waiting for that command to release their missiles and their nuclear weapons so that they can attack Israel. ലോകമെമ്പാടും ഇസ്രായേൽ ഒഴികെ, അവരെ സ്നേഹിക്കുന്നവരൊഴികെ വലിയ ആഹ്ലാദത്തിലായിരിക്കും. All the nations all across, they will be in great expectation because they are loving the nations that are attacking Israel. ഇപ്പോൾ തീരുമെന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. They will be just proclaiming that now Israel will disappear. ഗോഗ് വീണ്ടും അവരോട് ആവശ്യപ്പെടും, ഇസ്രായേൽ ജെറുസലേം വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. Gog again will demand you release Jerusalem to us or you die. ഗോഗിന്റെ സൈന്യ തലവൻ യുദ്ധം പ്രഖ്യാപിക്കാനായി മൈക്രോഫോണിന്റെ മുൻപിലേക്ക് അടുക്കുന്നു. The leader of the Gog is to the microphone to proclaim war. ഇനി ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പ്രഖ്യാപനമായി കഴിയും. In the next second the proclamation is out. അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കും. And that is when this എസെക്കിയേൽ 38:19 Ezekiel chapter 38 verse 10. 18 മുതലുള്ള വാക്യം ഞാൻ ഇവിടെ വായിക്കാം. Ezekiel chapter 38 verse 18 onwards. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കുമെന്ന് യഹോവ. Because at that same time when God comes against the land of Israel, says the Lord God, that my fury will show in my face. അന്നാളിൽ നിശ്ചയമായിട്ടും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. For surely in that day there shall be a great earthquake in the land of Israel. എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. Or in my jealousy and in the fire of my wrath I have spoken. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തെഴുന്ന ഇഴജാതികളും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കുകൾ വീണുപോകും, എല്ലാ മതിലും നിലം പരിചാകും. So that the fish of the sea and the birds of the heavens and the beasts of the field, all creeping things that creep on the earth, and all men who are on the face of the earth shall shake at my presence. The mountains shall be thrown down and the steep places shall fall, and every wall shall fall to the ground. വാക്യം 22. Verse 22. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. I will bring to him judgment with pestilence and bloodshed. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും I will rain on him and on his troops. അവനോടുകൂടിയുള്ള സകല ജാതികളുടെ മേലും And on the many peoples who are with him. പെരുമഴയും വലിയ ആലപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. Flooding rain and great hailstones, fire and brimstone. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കും. Thus I will magnify myself. എന്നെ തന്നെ ശുദ്ധീകരിക്കും. And sanctify myself. പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും And I will be known in the eyes of many nations. ഞാൻ യഹോവയെന്ന് അറിയുകയും ചെയ്യും. And then they shall know that I am the Lord. ന്യായം, സത്യം ഏത് വ്യൂ പോയിന്റിൽ കാണുന്നു എന്നുള്ളതാണ്. Truth and justice, in what viewpoint are we seeing, is the matter. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, The creator of the universe, ഇസ്രായേലിന് ജെറുസലേം കൊടുത്തിരിക്കെ he has given Jerusalem to Israel. അത് തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് And demanding that this is belonging to us. അത് പിടിച്ചെടുക്കാൻ വരുന്നത് People who are coming to capture that city. സർവശക്തനായ ദൈവത്തിന്റെ കണ്ണിൽ അന്യായമാണ്. It is in the eyes of the Lord Jesus, it is unjust. എന്നാൽ നമ്മുടെ കണ്ണിൽ In our eyes, 1987 മുതൽ
AD 1948 വരെ ഇസ്രയേലിന്റെ കയ്യിലില്ലാതിരുന്നതും പലസ്തീനികൾ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലിരുന്നതും 67 ഇസ്രയേൽ പിടിച്ചെടുത്തതും തിരിച്ചു ലഭിക്കുക എന്നുള്ളത് രക്ഷയുടെയും മറ്റുള്ളവരുടെയും നേരെ ചിന്തയിൽ അത് ന്യായമായിരിക്കാം. When this was not in the hands of Jews from BC 587 to AD 1948 and 1968, when Jerusalem was handed back from the hands of Jordan into the hands of Israel for the people of Russia, what kind of justice is what they're looking at? ദൈവത്തിന് ന്യായമേ നടക്കൂ. For God, things always happen in a just manner. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ അതിനെ മാറ്റാനൊന്നും കഴിയില്ല. To say it is true or false, we cannot be changing it according to our whims and fancies or any wars. ഭൂമി കിടുകിടാ കീറും. The earth will have a great earthquake. പൊടുകിടാ പൊട്ടും. It will be vibrating very well. സർവശക്തനായ ദൈവത്തിന് ബാലിസ്റ്റിക് മിസൈൽ ഒന്നും വേണ്ട. The Almighty God doesn't need any ballistic missiles. ബോംബും അയൻഡോമും ഒന്നും വേണ്ട. There's no need of bomb or atom bomb. അതൊക്കെ ചെറിയ മനുഷ്യർക്ക് വേണ്ടുന്നതാണ്. This is only for those little human beings. കൊച്ചു രാജ്യങ്ങൾക്കാണ് അതെല്ലാം വേണ്ടത്. It's all for those small nations that is needed. പ്രപഞ്ചത്തിന്റെ നാഥന് ഇതൊന്നും വേണ്ട. The creator of the universe doesn't need all those things. ഇതുള്ളവനെ നിമിഷ നേരത്തിൽ ഇല്ലാതാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. The one who is possessing all these missiles and weapons, he can annihilate them in a moment. താൻ സൃഷ്ടിച്ച ഭൂമിയോട് കുലുങ്ങാൻ പറഞ്ഞാൽ അത് കുലുങ്ങും. The earth that he created, if he tells that it has to shake, it will shake. ലിത്തോസ്ഫിയറിനോട് പൊട്ടാൻ പറഞ്ഞാൽ അത് പൊട്ടും. If he commands the lithosphere to burst, it will burst. മലയോട് വീഴാൻ പറഞ്ഞാൽ അത് വീഴും. If he tells the mountains to fall, it will fall. അവരത് അനുസരിക്കും. They will obey. നിമിഷ നേരത്തിനുള്ളിൽ റൺവേകൾ വിണ്ടുകീറും. In minutes, the runways will be split apart. ഒരു യുദ്ധവിമാനത്തിനും പറന്നു വരാൻ കഴിയാതെ വരും. There is no warplane that can fly off. കാലാപ്പടകളുടെ മുകളിൽ, പാറ്റൻ ടാങ്കിയുടെ മുകളിൽ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴും. The war tanks and every other land missiles, the mountains will fall on them. വലിയ മഴയും ഐസ് കട്ടികളും വീഴാൻ തുടങ്ങും. There will be great hailstones and great flood of rain that falls on people. കമ്മ്യൂണിക്കേഷൻ എല്ലാം തകരും. All the communication will be cut off. 2-3 മിനിറ്റിനുള്ളിൽ ഗോഗിന്റെ സൈന്യം തീരും. 2-3 minutes, the armies are all annihilated. സർവശക്തനായ ദൈവം ആരാണെന്ന് ബോധ്യമാകും. Then they will know the Almighty God. എന്താണ് ദൈവം ഇസ്രായേലിന് വേണ്ടി എഴുന്നേറ്റത്? What is the reason that the Lord rose up for Israel? 2 കാരണങ്ങളാലാണ്. 2 reasons. ഒന്ന്, ജെറുസലേം ദൈവം അവർക്ക് കൊടുത്തതാണ്. One is Jerusalem was given to them as an inheritance. അതിന് ദൈവത്തിന് ന്യായമായ കാരണമുണ്ട്. There is just reason for God. ദൈവമാണ് ഭൂഗോളത്തെ സൃഷ്ടിച്ചത്. It is the Lord who created the universe. ഓരോ വ്യക്തികൾക്കും ദൈവം സ്ഥലം കൊടുത്തിട്ടുണ്ട്. Each persons are assigned their portions. അവർക്ക് അവിടെ ആയിരിക്കാം. And it is for them, it would have been that place. വളരെ വർഷങ്ങളായിട്ട് ഒരു അവകാശിയുടെ സ്ഥലം കയറി കുടിയേറിയിട്ട് പിന്നെ അത് വേണം, ഇത്ര വർഷം ഞാനാണ് ഇവിടെ താമസിച്ചത് എന്ന് പറയുന്നതിൽ ന്യായമൊന്നുമില്ലല്ലോ. There's no just because of saying that, oh, someone has stayed here long and now I need that. There is no just cause in again taking back that property. 2, Second reason. ദൈവം ഇസ്രായേലിന് കൊടുക്കുക മാത്രമല്ല, അവർക്ക് വാഗ്ദത്തം ചെയ്തു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കനാൻ നാട് ഇസ്രായേൽ ദേശം ദൈവം കൊടുത്തതാണ്. God had already promised to Abraham, Isaac and Jacob the promised land of Canaan. അത് കൈയടക്കാൻ പരിശ്രമിക്കുന്നത് ന്യായമല്ല. And to overtake it or to conquer it, that is not a just cause, and it is not valid. അത് കൈയടക്കിയ ബാബിലോണിനും മേദ്യ പെർഷ്യയ്ക്കും ഗ്രീസിനും റോമിനും പിന്നീട് വന്ന ആൾക്കാർക്കും കഴിഞ്ഞില്ല. For those who conquered Babylon, Medes and Persians, Greek and Romans, all those who followed them, no one was able to stand before it. ഇസ്രായേൽ എന്താണ് ഈ വാഗ്ദത്ത നാട് നഷ്ടപ്പെട്ടത്?
what is the reason that Israel lost this promised land? അവന്റെ കയ്യിലിരിപ്പ് മോശമായിരുന്നുണ്ട്. The place where they were doing what in their hands, it was bad. സർവശക്തനായ ദൈവത്തെ ആദരിക്കാതിരുന്നതുകൊണ്ട്, They did not honor the Almighty God. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നതുകൊണ്ട്, They did not obey the commands of the Lord. യേശുവിനെ സ്വീകരിക്കാതിരുന്നതുകൊണ്ട്, They did not accept the Lord Jesus as their Savior. അവന് നഷ്ടപ്പെട്ട രാജ്യം അവന് ലഭിക്കാൻ ന്യായമായ അർഹത അവനുണ്ടായിരുന്നില്ല. They didn't have a just cause to get back the lost land as their inheritance. എന്നാൽ അവൻ അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, But when they confessed their sins, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, they received Jesus as their Savior. പാപം മോചിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്, ന്യായമാണ്. The salvation, the forgiveness of sins is the just cause of God. അവനെ പിന്നെ കുറ്റവാളിയായി ദൈവം കാണുകയില്ല. No longer the Lord sees him. അവൻ ദൈവത്തിന്റെ മകനാണ്. He is a child of the house. അവൻ കരഞ്ഞാൽ ദൈവം എഴുന്നേൽക്കും. If he cries, the Lord will rise up for him. ദൈവം എഴുന്നേറ്റാൽ ഒരു വ്യക്തിക്കും അവനെ തകർക്കുവാൻ കഴിയുകയുമില്ല. When God arises, no one can stand against him. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. Our time has come to a close. ഇതിൽ നിന്ന് ഒരു ദൂത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I want to share a message from this. ഈ പ്രവചനങ്ങളെല്ലാം നമ്മുടെ കർത്താവിന്റെ വരവടുത്തു എന്ന് വിളിച്ചു പറയുന്നു. All these prophecies are crying out, our Lord Jesus is coming back soon. നിങ്ങൾക്ക് പലതും നഷ്ടമായിട്ടുണ്ടോ? Are there some things that you have lost? പരാജയമാണോ? Have you gone through certain kinds of failures? ജയിക്കാൻ കഴിയുന്നില്ലേ? Are you not able to live an overcoming life? എങ്കിൽ അതിന്റെ കാരണമെന്ന് അന്വേഷിക്കണം. Have you gone to the root cause of it? ജൂതന്മാരെ പോലെ Are you like the Jews? യേശുവിനെ സ്വീകരിക്കാതിരിക്കുകയാണോ? Have you not yet accepted the Lord Jesus? യേശുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയാണോ? Have you not yet obeyed the commands of the Lord Jesus? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? Have you been saved? സ്നാനപ്പെട്ടിട്ടുണ്ടോ? Have you taken the waters of baptism? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? Have you received the anointing of the Holy Spirit? മദ്യപാനം ഉപേക്ഷിച്ചിട്ടുണ്ടോ? Have you forsaken the alcoholism? വ്യഭിചാരം ഉപേക്ഷിച്ചിട്ടുണ്ടോ? Have you forsaken fornication? കള്ളം പറയുന്നത് ഉപേക്ഷിച്ചിട്ടുണ്ടോ? Have you forsaken telling lies? ചതിക്കുന്നത് ഉപേക്ഷിച്ചിട്ടുണ്ടോ? Have you forsaken deceiving others? ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? Have you confessed that all these things are wrong and you confessed your faults? ഇതിനൊന്നും മനസ്സില്ലെങ്കിൽ, If you are not interested in it, ദൈവം നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ല. God will not work for me or you in that case. മുഖ്യപുത്രനെ പോലെ മടങ്ങി വന്നാൽ, Like that lost prodigal son, are we willing to come back? അപ്പൊ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. Father, I have sinned against heaven and against you. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു. Jesus, you died for me on the എന്റെ cross. പാപങ്ങളെ ക്ഷമിക്കണമേ. Oh, forgive my sins. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ Oh, come into my heart. എന്ന് പ്രാർത്ഥിച്ചാൽ As you pray, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. the Lord Jesus will come into your heart. ചുറ്റും ശത്രുക്കളാണെങ്കിലും, Even though all around people, enemies, പൈശാചിക വ്യാപാരങ്ങളാണെങ്കിലും, all the powers of darkness are there. അത് പകൽ പറക്കുന്ന അസ്ത്രമായി, It is like the arrows that flies by day, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയായി, or like the pestilence that comes through the night, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമായി, or through the noon that it comes to destroy you. എന്നാലും കർത്താവ് നിങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാക്കും. Even all those dangers may come, the Lord will protect you as the apple of his eye. എന്റെ ഉള്ളംകരങ്ങളിൽ നിങ്ങളെ വരയ്ക്കും. You are engraved in the palm of his hand. വരിക കർത്താവിന്റെ അടുക്കിലേക്ക്. Can we come draw close to God? ബൈബിൾ പ്രവചനങ്ങൾ നിറവേറുന്നു. The Bible prophecies are being fulfilled. യേശു വരാറായി. Our Lord Jesus is going to come back soon. യഹൂദൻ യേശുവിനെ മശികയായി സ്വീകരിക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് യേശു മണവാളനായി വരും. The Jews, before they accept the Lord Jesus as their Messiah, few years before, the Lord Jesus will come as the bridegroom. നാം കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നു പോകും. We can go fly into his presence. പ്രവചനങ്ങളെല്ലാം നിറവേറുകയാണ്. All the prophecies are coming to its fulfillment. നമുക്ക് ഒരുങ്ങാം, ഉണരാം. Shall we get ready and be ready for the ഞാൻ Lord? ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. With one verse, I'm going to pray for you all. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, Our dear Lord Jesus, ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. thank you, Lord, for this wonderful fellowship you have given us. വെല്ലൂർ ഹോസ്പിറ്റലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. Lord, we thank you for this hospital in Vellore. അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനായി, നേഴ്സസിനായി, എല്ലാ സ്റ്റാഫിനെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. Lord, we thank you for all the doctors, the nurses, and all the staff who are working there. പ്രത്യേകിച്ച് ഡോക്ടർ നവീൻ, ഡോക്ടർ ജസ്റ്റിൻ തുടങ്ങി ഈ വെല്ലൂർ ഫെലോഷിപ്പ് നയിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. Thank you, Lord, for Dr. Naveen, Dr. Justin, and all those who are leading this fellowship in Vellore. എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
Lord, you bless each and every one. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. Lord, in the name of the Father, Son, and the Holy Spirit, I bless them. ഞങ്ങളുടെ കർത്താവേ, Our Lord, രോഗിയുടെ മേൽ ഇപ്പോൾ അങ്ങനെ കരം വെച്ച് അവിടുന്ന് സൗഖ്യമാക്കണമേ. Lord, I pray that you will touch the people who are sick and heal them. അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കുന്നവരെ ഇപ്പോൾ കർത്താവ് വിടുവിക്കണമേ. Those who are under the clutches of the darkness, Lord, right now that you deliver them. പാപത്തിന്റെ പിടിയിലായിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കണമേ. Lord, those who are under the snatches of the sin, Lord, you will deliver them, snatch them out, Lord. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നാളെ ആക്കുന്ന ആ സാത്താന്യ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനിടയാക്കണമേ. Lord, even though they want to desire to obey the commands of God, but the procrastination and delaying it, Lord, you will cast all those spirits off, O God. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name I pray. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. May the Lord bless each and every one of you. എല്ലാവർക്കും നന്ദിയുണ്ട്.